പറയും, ഞാൻ വെച്ച് 3 ദിവസം തൊട്ട് അലുക്കാൻ വേണ്ടി തുടങ്ങും, നീയാണ് എള്ള മരുന്ന് മുഴുവൻ കഴിച്ചേക്കുന്നതുകൊണ്ട് കുമ്മായിട്ട് പോലും അലുക്കൂലെന്ന് പറഞ്ഞ് അമ്മേനെ കുറിച്ച് പറയും. പക്ഷെ അമ്മ പണ്ടേ അലന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അനിയൻ ഇപ്പോൾ പള്ളിയിലെ കൈക്കാരനാണ്, ആ പള്ളിയിലെ കൈക്കാരനാണ്. അപ്പൊ അവൻ പറഞ്ഞു, നീ അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ അനങ്ങിയിട്ടുണ്ടായില്ല. എന്നിട്ട് കുഴികുത്തി അടുത്ത ആളെ വെക്കാൻ, കല്ലറ മാറ്റേണ്ട ഡേറ്റ് ആയപ്പോഴേക്കും അടുത്ത ആളെ വെക്കാനായിട്ട് ഇറക്കിയിട്ടാണ് അടുത്ത ആളെ വെച്ചത്. ഇനി അനങ്ങിയാലും അനങ്ങിയില്ലെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമുള്ളൂ, ഒരു ജന്മമുള്ളൂ. ജാതിയും മതവും നിറവും റീത്തും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യമൊക്കെ വയനാട്ടിലൊക്കെ അറിയാലോ. എല്ലാ അവയവം പോലും കിട്ടിയിട്ടില്ല, എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് സർവമത മൈത്രിയോടുകൂടെ അവരൊക്കെ സർവമത പ്രാർത്ഥനകളോടുകൂടെ സംസ്കരിച്ച അവസ്ഥ ഇനിയും പലരെയും കിട്ടാനുണ്ട്. അപ്പോൾ വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മേഴ്സി ചേച്ചി മുടങ്ങാതെ വരുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഗ്യാസാണെന്നും പറഞ്ഞ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അറ്റാക്ക് കഴിഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മേഴ്സി വേഗം ജീവനും കൊണ്ട് ഓടിക്കോ, മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഷൈജ പ്രാർത്ഥിച്ചോ, ഇവർ പറയുന്നത് വിടാൻ പറ്റില്ല, അറ്റാക്കാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും മേഴ്സി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ദിവസം 5 ഇഞ്ചക്ഷൻ എടുത്തു, ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല. മേഴ്സി ഇന്നലെ പേര് വെട്ടി വീട്ടിൽ വന്നു. പ്രൈസലോ കൈയെത്തിച്ചോന്ന് പറഞ്ഞു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുപോലെ സുരേന്ദ്രൻ ബ്രദർ മുടങ്ങാത്തൊരു സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് ഇന്നലെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. സുരേന്ദ്രന്മാരുടെ മരുമകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ബാത്റൂമിൽ തെന്നി വീണ് തല അടിച്ചിട്ട് വീണിട്ട് സംസാരശക്തിയില്ല, ചലനത്തിനെയൊക്കെ ബാധിച്ച അവസ്ഥ. ബ്രദർ ഇപ്പോൾ സുരേന്ദ്രന്മാരുടെ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. മരുമകൻ ഇപ്പോൾ ബെറ്ററായി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ കൊച്ചുള്ള ആളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ ഞാൻ ബ്ലഡ് കൊടുത്ത മാത്യു എന്ന് പറഞ്ഞ അപ്പച്ചൻ, 90 വയസ്സുള്ള അപ്പച്ചനാണ്. ഇത്തിരി ബെഡ് സോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ അപ്പച്ചന് വേണ്ടി പ്രത്യേകം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും സമർപ്പിക്കാം. അതുപോലെ ജനമൈത്രി പോലീസിലെ ബിനോ ബാബു സാറ് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീടിൻ്റെ മുകളിൽ നിന്ന് പേരക്ക പൊതിയാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് ഇതാണ്, ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്തവരൊന്നും പിടച്ച് ആരും കയറല്ലേ, പിള്ളേരൊക്കെ ഇനി വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അവർ പറഞ്ഞു വീട്ടിലാരും ഇതൊന്നും തിന്നൂല്ല, കൊച്ചുങ്ങൾക്ക് പോലും വേണ്ട. പിന്നെ എന്തിനാ അച്ഛൻ കാല് തന്നെ താഴോട്ട് വിട്ട് നെറ്റിയൊക്കെ പൊളിഞ്ഞു പോയി, നെറ്റിയെല്ലാം പൊളിഞ്ഞ് കൈയുടെ കുഴയൊക്കെ തെറ്റി. അതും കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്ന് വീട്ടിൽ പേര് വെട്ടി വന്ന് അച്ഛനെ കാണാനില്ല. നോക്കിയപ്പോൾ അച്ഛൻ വീടിൻ്റെ മുകളിൽ വീണ്ടും നിൽക്കണം. പഴയ പേരൊക്കെ നോക്കി പോയതാണ്, പൊതിഞ്ഞിട്ടത് അവിടെ തന്നെ ഉണ്ട്. പ്രായമായി കഴിയുമ്പോൾ മനുഷ്യൻ ഇങ്ങനത്തെ കടന്ന് അമ്മ പറയണ എന്തൊരു കഷ്ടം എന്നൊക്കെ. ഇങ്ങനെയാണ് അവിടെ ICUവിൽ കിടന്നുവെച്ചത്. അപ്പോൾ വീണ്ടും മോളിൽ പോയേക്കണേ. പക്ഷേ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ്, മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ട്യൂബൊക്കെ ഇടണമെന്ന് പറഞ്ഞ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഇറങ്ങുന്നില്ല, അച്ഛൻ അനക്കമില്ലാതെ കിടക്കുകയാണ്, മിണ്ടാട്ടമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിക്കണേ. ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ കഷ്ടമാകും, പ്രാർത്ഥിക്കണേ. ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങി, ട്യൂബൊന്നും ഇട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തി. ഹല്ലേലൂയ, പ്രയർ ഈസ് ഒംനിപൊട്ടന്റ്, സർവം പ്രദാനം ചെയ്യും. പ്രാർത്ഥനയിൽ കൂടെ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാൽ ആ പാട്ടിൻ്റെ വരി ബിൽജനൊക്കെ ഒരുപാട് തവണ പാടിയിട്ടുള്ള പാട്ടിൻ്റെ ആ വരികളൊന്ന് ഇവിടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആ വരികളാണ്.
ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞാലും ഇതാ എന്നിൽ സ്നേഹമില്ലെങ്കിൽ അതെല്ലാം നിശ്ചലമാണ്, എല്ലാം പാഴാണ്. മാനവരാജ്യത്തെ വാരളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. സ്നേഹം 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 ദീർഘക്ഷമയും 1 കൊരിന്ത്യർ 13:4 ദയയുമുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. ബിൽബി ബ്രദറും കുടുംബവും ഇന്നും കൂടെ ഈ വാർഷികാഘോഷത്തിൽ ഇവരെയും കൂടി കിട്ടിയതിന്. ബഹ്റൈനിൽ ആയിരിക്കേണ്ട ആൾക്കാരാണ്. ഈ ഡേറ്റ് പറഞ്ഞപ്പോൾ വിൽവിചേട്ടൻ പറഞ്ഞ ഞങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗൾഫിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ലീവിന് അതിനിടയ്ക്ക് മകൻ്റെ ഡൈനുവിൻ്റെ കല്യാണമൊക്കെ നടന്നു. എല്ലാം ഈശോ ഭംഗിയാക്കി. അതിൻ്റെ കേക്കും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ കേക്കാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ആ കേക്കൊക്കെ കൊടുക്കാൻ മറക്കല്ലേ മോളെ. നിന്റെ ബർത്ത്ഡേ, നമ്മുടെ ബർത്ത്ഡേ ചെലവ് ചോദിക്കാൻ വേണ്ടി ഇരുന്ന വന്നപ്പോൾ തന്നെ കൊച്ചു തന്നു. 22 എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കൊച്ചിന് വേണ്ടി. ജൂലൈ 22 മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും ഒന്ന് കൊച്ചിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആയുസ്സാരോഗ്യശക്തി നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആയുസ്സാരോഗ്യശക്തി കൊടുക്കണേ. ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു കൊച്ചാണ് പുനരുദ്ധി സ്കൂളിൽ എടിനലോളിയാണെന്ന് പറയുന്നുണ്ട്. കൊച്ചു കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ കുർബാനക്ക് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. കുർബാന ജീവനാണ്, ചലനമുള്ളതാണ്. പക്ഷെ ദൃശ്യമായിട്ട് നമുക്ക് കൊച്ചു 3 പ്രാവശ്യം ഇടവപ്പള്ളി, മാടവന, സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സ്വീകരിച്ചപ്പോഴും ഇപ്പോൾ സുനന്ദി CKCയിലെ വിദ്യാർത്ഥിയാണ്. അവിടെ വെള്ളിയാഴ്ച കുർബാനക്ക് സ്വീകരിച്ചപ്പോഴും മൊത്തം ഇടിയുന്നലോളിയാണെന്ന് പറയുന്നത്. അവിടെ വെച്ചും ഇത് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്ത് മൊത്തം കത്തോലിക്ക സഭയിൽ 5000 മുതൽ 6000 വരെ ഇതുപോലെ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊരു 10-300 കേസാണ് സഭ സിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സഭ ഒരു കാര്യം അംഗീകരിക്കണമെങ്കിൽ അതിന് എല്ലാ തരത്തിലുള്ള തെളിവെടുപ്പുകളും പഠനങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ഈ കൊച്ചു സ്വീകരിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞ് അച്ഛൻ വിശുദ്ധനായതുകൊണ്ടാണ്, കുറേ പേര് പറഞ്ഞ് കൊച്ചു വിശുദ്ധമായിരുന്നു പറഞ്ഞു. കൊച്ചിൻ്റെ നമ്മുടെ അപ്പൻ്റെ ഒക്കെ അഭിമുഖമൊക്കെ കണ്ട്. ഞങ്ങളൊരു സാധാരണക്കാരി, സാധാരണ പോലെ പ്രാർത്ഥിക്കുന്ന സാധാരണ അവസ്ഥയിൽ. അപ്പോൾ കുറേ പേര് പറഞ്ഞ് കൊച്ചിൻ്റെ വിശുദ്ധിയാണ്, കുറേ പേര് പറഞ്ഞ് വീട്ടുകാരുടെ വിശുദ്ധിയാണ്, കുറേ പേര് പറഞ്ഞ് അച്ഛൻ്റെ വിശുദ്ധിയാണ്, കുറേ പേര് പറഞ്ഞ് രൂപതയുടെ വിശുദ്ധിയാണ്. അപ്പോൾ അതൊന്നും പറയാനായിട്ടില്ല. ഇതെല്ലാം അതിൻ്റെ പഠനങ്ങളും തെളിവെടുപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുമ്പോൾ കൊച്ചിൻ്റെ രക്തത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം അതിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് തള്ളിക്കളയും. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഇതുപോലെ അത്ഭുതം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. അതായത് ക്രിസ്തു എന്നിലും നിങ്ങളിലും ക്രിസ്തു രൂപപ്പെടണം. ഇതാണ് ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നടക്കുന്നത്. പണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു ഷിബു എന്നോട് പറഞ്ഞ്, ബ്രദറെ, അലൂര് പള്ളിയിൽ എറണാകുളത്തുകാരനല്ല, കേരളത്തിൻ്റെ അങ്ങേറ്റത്തുള്ള. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമാന സമയം അലഞ്ഞിരുന്നൊക്കെ നടന്നു. പിന്നെ ഓർത്ത് പള്ളി കണ്ടപ്പോൾ അവിടെ കയറിയിരുന്നു. ക്രിസ്ത്യാനിയല്ല, അവിടെ കയറിയിരുന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കലൂര് പള്ളിയിൽ. അങ്ങനെ പക്ഷെ എല്ലാവരും പിന്നെയും പോകണമെന്ന് പിന്നെ തോന്നി ചൊവ്വാഴ്ച മാറി എല്ലാ ദിവസവും പോകാൻ തുടങ്ങി. നല്ല സമാധാനം, സന്തോഷം. പിന്നെ ഇതാണ് എല്ലാവരും കുർബാന സ്വീകരിച്ചിട്ട് വരുമ്പോൾ ഇവന് സ്വീകരിക്കാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമം. അതിന് കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇവൻ അടുത്തിരിക്കുന്ന കുർബാന സ്വീകരിച്ച് വരുന്ന ആളുടെ മേത്തേക്ക് പതിയെ അവിടെ സർക്കസ് കാണിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടും. എന്നിട്ട് അവൻ്റെ ഉള്ളിൽ വന്ന് യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പക്ഷെ ഇപ്പോൾ ഷിബു പാലയിലുണ്ട്. എന്നോട് ചോദിച്ചു, ബ്രദറെ എന്നെ ഓർമ്മയുണ്ടാകുന്ന ചോദിച്ചു. ഈ അടുത്ത് വിളിച്ചു. ഷിബു ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഉള്ളത് സത്താണ്.
അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ മകൻ ശ്രേയസിന് വേണ്ടി ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ദൈവാനുഗ്രഹത്താൽ ആ ജിമ്മ് നല്ല രീതിയിൽ പോകുന്നു. ആളുകൾ കൊള്ളാതെ ആയപ്പോൾ ഒരു ഫ്ലോറും കൂടെ എടുക്കേണ്ടി വന്നു. ആ രീതിയിൽ ദൈവം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ അനുഗ്രഹം തന്നു. അതിൻ്റെ കൂടുതൽ നിലനിൽപ്പിനും ജിമ്മെന്ന് പറഞ്ഞാൽ മനസ്സിലായ ഈ ഫിറ്റ്നസ് സെൻ്ററാണ് ഈ പറയുന്നത്. ഇപ്പം എല്ലാവരും അതിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. ആണും പെണ്ണും കൊച്ചും പിച്ചും. അപ്പോൾ ഒരു ഫ്ലോറും കൂടെ എടുത്തു. അപ്പോൾ ഇതെല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ടാണ്. അടുത്ത കാലത്തൊക്കെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം ആരംഭിക്കാനും അത് നല്ല രീതിയിൽ തുടക്കത്തിൽ തന്നെ ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിൻഡ എന്ന് പറഞ്ഞ സഹോദരി 1 മാസമായി 2 മാസമായി തിരിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ തലയിറക്കത്തിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് വന്നത്. വീഡിയോ പിടിച്ചാൽ ഞാൻ തലയിറങ്ങി വീഴുമെന്ന് അറിഞ്ഞത്. ഒന്ന് എഴുന്നേറ്റ് പ്രീസ്തലോ. വീട് കാക്കനാടാണ്. അപ്പോൾ സഹോദരി പറഞ്ഞ ഇതാണ്, ബ്രദർ എന്നെ പറഞ്ഞോന്ന് പറഞ്ഞു. 2 മാസം മുമ്പല്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു പ്രത്യേക നിയോഗം. 2 വർഷമായിട്ട് വിൽക്കാൻ ശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റാത്ത കിഴക്കമ്പലത്ത് ഉള്ള സ്ഥലം. ബിൽബിച്ചേട്ടാ നേരത്തെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാറുണ്ട്. പ്രീസ്തലോ. കഴിഞ്ഞ ദിവസം കൂടി കിഴക്കമ്പലത്ത് സ്ഥലം അന്വേഷിച്ച് പോയതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 2 വർഷമായി അല്ലേ? 2 വർഷമായിട്ട് 2 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിന്റെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടായ്മയിൽ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വർഷമായി, 30 വർഷമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ YMCAയിൽ ഇങ്ങനെ ശുശ്രൂഷയുള്ളത് യൂട്യൂബിലൂടെ വചനം കേട്ട് അല്ലെ അങ്ങനെ അറിയാനിടയായി. വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ കൂടി. പിറ്റേ ദിവസം ടോക്കൺ കിട്ടിയ ശനിയാഴ്ച വന്നു. 13-ാം തീയതി മിസ് അന്തോണീസിന്റെ തിരുനാളിന്റെ ദിവസം രജിസ്ട്രേഷനും കഴിഞ്ഞു. തിങ്കളാഴ്ച കിട്ടി, ബുധനാഴ്ച രജിസ്ട്രേഷൻ കഴിഞ്ഞു. കൈയടിച്ച് ഈശോന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ അതുവഴി കുറെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ആവശ്യങ്ങൾ ക്രമീകരിക്കാൻ കുടുംബത്തിൽ ഒരു സാമ്പത്തിക മേഖലയിലൊരു ബാലൻസ് കടന്നു വന്നു. നന്നായിട്ടൊന്ന് കൈയടിച്ച് നിങ്ങൾക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി നൈസ് ഇങ്ങോട്ട് പോയി. നമ്മുടെ ഓർഗൻ വായിക്കുന്ന പാടുന്ന നമ്മുടെ കൊയർ ലീഡർ ബിൽബിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങളാണ് നൈസി. അപ്രകാരം എന്തായിരുന്നു തൻ്റെ അവസ്ഥ? ദൈവപ്രകാരം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു പ്രവർത്തിച്ചു എന്ന് നൈസിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. എഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആ കെട്ടുപൊട്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നൈസി എന്നാണ്. ബിൽബിച്ചേട്ടൻ്റെ പെങ്ങളാണ്. കഴിഞ്ഞ ഒരു ജൂലൈ 6-ാം തീയതിക്ക് എനിക്ക് വർഷങ്ങളായിട്ട് തലവേദന ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ ആണെന്ന് കരുതി മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് തലവേദന കൂടി ഭയങ്കരമായിട്ട്. ഇത് ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. ഇപ്പം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും അവർ സ്കാൻ ചെയ്തപ്പോൾ തലയിൽ ഒരു ട്യൂമർ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ ഓപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് എന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 സർജറി ചെയ്യണം, പിന്നെ പേഷ്യൻ്റ് വെന്റിലേറ്ററിലാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒത്തിരി പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ബിൽബിച്ചേട്ടൻ്റെ നാട്ടിലില്ല, ഇളയ ബ്രദറുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ MRI ഒക്കെ എടുത്തു. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ആസ്റ്ററിലാണ്. ആസ്റ്ററിൻ്റെ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഫോണ് ഫിംഗർ ലോക്ക് ആയതുകൊണ്ട് എൻ്റെ സിസ്റ്ററിനെ എൻ്റെ സാറിനെ വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും എൻ്റെ ബോധം വന്നപ്പോൾ ഞാൻ എൻ്റെ ഇത് പറഞ്ഞു കൊടുത്തു. ചേച്ചി ഫോൺ ഓപ്പൺ ആക്കി എൻ്റെ സാറിനെ വിളിച്ച്. അപ്പോൾ സാറ് പറഞ്ഞു മെഡിക്കൽ ട്രസ്റ്റിലൊന്നും ചെയ്യണ്ട, ആസ്റ്ററിൽ തന്നെ സർജറി ചെയ്താൽ മതി എന്ന് സാർ ഇങ്ങനെ നിർബന്ധം പിടിച്ച് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ശരി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ ട്രസ്റ്റുകാർ എന്നെ റിലീസ് ചെയ്യില്ല വന്ന്. അവർക്കൊരു പേഷ്യൻറ്റിന് കിട്ടിയതിന് അതുകൊണ്ട് അവരെ റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ആസ്റ്ററിൽ നിന്ന് എല്ലാവരും മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഹയർ അതോറിറ്റിയിലൊക്കെ ഫോൺ പോയി എന്നെ റിലീസ് ചെയ്തു. എന്നെ ഇവിടെ കൊണ്ടുവന്നു, ആസ്റ്ററിൽ കൊണ്ടുവന്നു. ആസ്റ്ററിൽ കൊണ്ടുവന്ന് 6-ാം തീയതി എന്നെ അഡ്മിറ്റ് ആക്കി. 7-ാം തീയതി 7-8 ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എൻ്റെ സർജറി കഴിഞ്ഞു. സർജറി രാവിലെ 9:30 തുടങ്ങിയിട്ട് വൈകിട്ട് 4 ഒരു 7 മണിക്കൂറോളം എൻ്റെ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇച്ചിരി വലിയ ട്യൂമറാണ്, വളരെ സാവധാനം എടുത്ത് കളയാൻ പറ്റുള്ളൂ. എൻ്റെ ഓർമ്മയുടെ ഞരമ്പിൻ്റെ അടുത്തായിരുന്നു ആ ട്യൂമർ ഉണ്ടായിരുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ അവരത് ബയോപ്സിക്ക് അയച്ചു. പിന്നെ ഞാൻ റെസ്റ്റിലൊക്കെ ആയിരുന്നു. ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞ് എന്നെ ഡോക്ടറെ കാണേണ്ട ദിവസത്ത് ഡോക്ടർ ലീവായിപ്പോയി. അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ അന്നായിരുന്നു എൻ്റെ ബയോപ്സി റിസൾട്ട് വരുന്നത്. അപ്പോൾ അന്ന് രാവിലെ എൻ്റെ സാറിൻ്റെ ചേച്ചിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഡൗട്ട് അടിച്ചു. ബയോപ്സി റിസൾട്ട് വന്ന ദിവസമാണ്, ഡോക്ടർ ലീവാണ്. അപ്പോൾ സാറിന് അത് കിട്ടിക്കാണും എന്തെങ്കിലും റിസൾട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഡൗട്ട് അടിച്ചു. പിന്നെ അവരെന്നെ ഒന്നും അറിയിച്ചില്ല. പക്ഷേ ആക്ച്വലി എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ചെയ്യണം, കീമോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇനി അതൊരു ട്യൂമർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയണേന്ന് പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ അവർ പറഞ്ഞതല്ലേ, ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് വിചാരിച്ച് അത് വിശ്വസിച്ച് അങ്ങനെ നടന്നു. പിന്നെ എനിക്ക് 30 റേഡിയേഷനാണ്, എനിക്ക് 33 റേഡിയേഷനാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഒരു റേഡിയേഷൻ തുടങ്ങി. അപ്പോൾ റേഡിയേഷൻ റൂമിൽ നോക്കുമ്പോൾ നമ്മുടെ ബോർഡിൽ ഇതുണ്ടാവും, നമ്മുടെ പേര്, നമ്മുടെ ഡോക്ടറുടെ പേര്, പിന്നെ നമ്മുടെ രോഗത്തിൻ്റെ പേരൊക്കെ ഉണ്ടാവും. ഞാനത് നോക്കിയപ്പോഴേക്കും എൻ്റെ രോഗത്തിൻ്റെ പേര് എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, വേഗം പോയി ഗൂഗിൾ ചെയ്യും. അപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഗൂഗിൾ പറഞ്ഞു എൻ്റെ 4th സ്റ്റേജ് ക്യാൻസറാണ് എനിക്ക്. ഞാൻ തട്ടിപ്പോവും. അതാണ് ഗൂഗിൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി എന്താണ് എനിക്ക്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല എനിക്ക് 4th സ്റ്റേജ്. പക്ഷെ എനിക്ക് മനസ്സിലായി സംഭവം സീരിയസ് ആണെന്നുള്ളത്. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഡോക്ടറിനോടും ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമല്ലേ, അത് കണ്ടിന്യൂ ചെയ്യും, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പരിചയമുള്ള ഡോക്ടേഴ്സാണ്. അത് കഴിഞ്ഞ് പിന്നെ കീമോ ഇൻഫ്യൂഷൻ അല്ലാതെ എനിക്ക് ടാബ്ലറ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മറ്റേ കീമോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സൈഡ് എഫക്ട്സ് കുറവാണ്. എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ട്. മാസത്തിൽ 5 ദിവസം ഗുളിക കഴിക്കണം. അപ്പോൾ ആ ദിവസങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ റേഡിയേഷൻ തുടങ്ങിയിട്ടപ്പോൾ തന്നെ കീമോൻ്റെ ടാബ്ലറ്റും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സൈഡിലെ മുടിയൊക്കെ പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളർന്ന് വരണേ ഉള്ളൂ. എൻ്റെ മുടിയൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും, മുടിയൊക്കെ പോയി. ശരിക്കും ക്യാൻസർ പേഷ്യൻസിൻ്റെ മുടിയൊക്കെ ഒത്തിരി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഷൈജു ബ്രദർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ബ്രദർ പറഞ്ഞൊരു വചനമുണ്ട്, കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ചു, കൊന്തയില്ല, ഒരുപാട് സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം തന്നതാണ് എനിക്ക്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. 3 കീമോ കഴിഞ്ഞപ്പോൾ എനിക്ക് MRI എടുക്കണമെന്ന്. അപ്പം MRI എടുത്തപ്പോൾ അതിൽ ഒരു സ്പ്രെഡിങ്ങും ഇല്ല, ഇങ്ങനെ ഒരു അസുഖമേ ഉള്ളതായിട്ട് അതിനകത്ത് കാണിക്കുന്നില്ല. 33 എടുക്കുന്നത്, റേഡിയേഷൻ 33 പറഞ്ഞിരുന്നു. അതിൽ 30 ആയപ്പോൾ ഡോക്ടർ നിർത്തിക്കോ, കൂടുതൽ ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 3 കീമോകൾ എടുത്തിട്ടാണ് ഈ പറഞ്ഞത് അവർ സ്പ്രെഡിങ്ങും ഇല്ല, ഗ്രോത്തും ഇല്ല, ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയിരിക്കുകയാണ്. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കീമോ കണ്ടിന്യൂ ചെയ്യണമെന്ന്, 12 എണ്ണം കീമോ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് 6 മാസമായപ്പോഴേക്കും ഒരു MRI എടുത്തു. അതിലും ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. അപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. കാരണം 4th സ്റ്റേജ് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഉള്ളത് ഡെത്താണ്. അപ്പോൾ ദൈവം എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പം എനിക്കൊരു 3 കീമോയും കൂടി ബാക്കിയുണ്ട്. അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഇവിടുത്തെ 35ാമത്തെ വാർഷികം എല്ലാം കൊണ്ട് എനിക്ക് ഇവിടെ വന്നിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ദൈവത്തിന് ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ബർത്ത്ഡേക്കാരി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്. ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദർ ഇന്ന് വന്നാൽ വീട്ടിലുണ്ടാവുമെന്ന് ചോദിച്ചു. ആള് അതിൻ്റെ ഇടയിൽ കൂടെ ജോലിക്ക് വരെ കയറി കഴിഞ്ഞാൽ ജോലി കയറിയില്ലേ, വെട്ടിപ്പൊളിച്ച് ചെത്തിമുറിച്ച് ഡോക്ടർമാർ പറയുന്നതിൻ്റെ നേരെ എതിരായിട്ട് ഈശോ പ്രവർത്തിച്ചു. അപ്പം പറയും, എന്നാ പിന്നെ ഇതൊക്കെ എന്തിനാ, തമ്പുരാൻ ഇങ്ങനെയാണ്, കലിതുള്ളിൽ വരുന്ന തിലമാലകളുടെ മോളിൽ കൂടെ കടന്നു വരാനാണ് കർത്താവിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോളെ കൊച്ച് തിരുവനന്തപുരം സൈക്കോളജിസ്റ്റാണ്. ഇപ്പം ഈ പറഞ്ഞ
കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരു മനുഷ്യനെ ഈ രീതിയിൽ പറയാനാണ്. എത്ര നാളായി ഇപ്പം നമ്മുടെ സമയത്തിലാണ്? എത്ര നാളായി ഇപ്പം നമ്മുടെ? ഒരു വർഷമായി. അതിനുള്ളിൽ ആളിപ്പോൾ ജോലിക്ക് കയറി. ഈ പറഞ്ഞ രീതിയിലൊക്കെ പറ്റുമോ ഒരു മനുഷ്യനെ സംബന്ധിച്ച്? പറ്റുമോ? വൈദ്യശാസ്ത്ര പ്രകാരം പറ്റുമോ? ഇതുപോലെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒന്നുമില്ലാത്ത സഹോദരി പറഞ്ഞു, ഞാൻ തലകറക്കത്തിന്റെ ഗുളിക കഴിച്ചിട്ടാ വന്നേക്കണം. ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഞാൻ വല്ലതും പറഞ്ഞാൽ തലകറക്കി വീഴുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മോക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ആണ്. അമ്മയും മോളും കൂടെ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്. അമ്മയുടെ സാക്ഷ്യം കൂടെ ഒന്ന് കേൾക്കാം അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു മോളുണ്ട്. അവൾ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അവൾ എൻ്റെ ഈ സർജറി കാര്യങ്ങളുടെ ഇടയിലും എൻ്റെ മോള് നന്നായിട്ട് പഠിച്ചു. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും മോള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി അവൾ പാസ്സായി. ഇപ്പോൾ ജർമ്മനിക്ക് പോകാനുള്ള വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്നെ ഒരു അസുഖം തന്നെ എന്നെ പരീക്ഷിച്ചപ്പോഴും ഒരു അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര എനിക്ക് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും ദൈവത്തിന് ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി മകള് B1ഉം B2ഉം എല്ലാം പടപടാന്ന് പാസ്സായി. ഒരുപാട് തന്നെ എഴുതിയാലും ആർക്കും കിട്ടാത്ത, ഇതുവരെ കിട്ടാതെ പലർക്കും കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു വശത്ത് സഹനങ്ങളുണ്ടെങ്കിൽ റോമ 12:12 പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ മല പോലെ വന്നത് കാറ്റ് പോലെ കടന്നു പോകും. പ്രാർത്ഥനയിൽ എന്ത് വേണം? പ്രത്യാശയിൽ സന്തോഷിക്കണം. പ്രത്യാശിക്കാനുള്ള പല കാര്യങ്ങളും കടന്നു വരും. അതുപോലെ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ക്ലേശങ്ങൾ ഉണ്ടാകും. ക്ലേശമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ക്ലേശമില്ലാത്ത ആരും ഇല്ല അല്ലെ? ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരി ഭാരം എന്ന് പറയും, സാധാരണ പറയും അല്ലെ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അവരുടേതായ ഭാരങ്ങളുണ്ട്. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവരായിരിക്കുവിൻ. തല പോയാലും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹിറേനയിലെ വിശുദ്ധ പത്രോസ് രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുകയാണ്, അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സർവശക്തനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് കാൽവിരലുകൊണ്ട് മണലിൽ എഴുതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ പത്രോസ് ഈശോയുടെ പൊന്നോമന ശിഷ്യൻ. പിന്നെ ഇത് പീഡാസഹനം വേണ്ടെന്ന് പറഞ്ഞവൻ ആ സഹനത്തിന്റെ രഹസ്യം മനസ്സിലായപ്പോ മരണസമയം എടുത്തപ്പോ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി അധികാരപത്രവും വാങ്ങി മുന്നേറിക്കൊണ്ടിരുന്നവൻ ക്രിസ്ത്യാനികളെ നശിപ്പിച്ചുകൊണ്ട് നടന്ന സാവൂള് പൗലോസായി മാറി എന്ന് മാത്രമല്ല, വാളിനിരയായി അദ്ദേഹത്തിന്റെ തല വെട്ടിയിട്ട് ക്രിസ്തുവിനെ പ്രതി വേറെവരെ വെട്ടാൻ നടന്നവനെ പിടിച്ച് കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറായി. ഇതാ വെട്ടിയിട്ടിട്ട് അത് 3 സ്ഥലത്ത് ഇങ്ങനെ തെറിച്ചാണ് പോയത്. ആ 3 വീണ സ്ഥലത്ത് നിന്ന് ഓരോ ഉറവ പൊട്ടി പുറപ്പെട്ടു. കാശുള്ളപ്പോ ഒന്ന് റോമിലൊക്കെ പോയാൽ അവിടെ പോകുന്നവർക്ക് ഇപ്പോഴും അത് കാണാൻ വേണ്ടി പറ്റും എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും കൂട്ടി വെച്ചിട്ടും ഇത് മുഴുവനായിട്ട് മക്കൾക്കൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് പോയി നേരിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. ആ പൗലോസിന്റെ തല ഛേദിക്കപ്പെട്ട് വീണ സ്ഥലത്ത് നിന്നെല്ലാം ഓരോ ഉറവകള് പൊട്ടിപ്പുറപ്പെട്ടു. ഹല്ലേലൂയ. എന്താണത്? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 35 വർഷത്തിന്റെ അനുഗ്രഹത്തിന്റെ ബലത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപാട് ക്യാൻസർ രോഗികൾ, ട്യൂമർ, മുഴയും കൊണ്ട് നാളെ ചേച്ചി ഒരു മുഴയും കൊണ്ട് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നത് കീറണമെന്ന് പറഞ്ഞു. അപ്പൊ കയ്യിലിരിക്കുന്ന കുരിശ് എടുത്തിട്ട് ആ സഹോദരനെ കയ്യിൽ വെച്ചിട്ട് കൂടിയിരുന്ന എല്ലാവരോടും പറഞ്ഞു ഒന്ന് സൂചിച്ചു. എല്ലാവരും കൂടെ സൂചിച്ചിട്ട് വിട്ടു. നമ്മൾ പിന്നെ കാര്യം പറഞ്ഞു. പിറ്റേ ആഴ്ച ചേച്ചി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇതേ മുഴ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കുറെ പേരോട് ഓപ്പറേഷൻ എടുത്തുകൊണ്ടുവന്ന നടുവന് ഇനി ഓപ്പറേഷൻ തല കിടക്കണം പാട് വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കില്ലേ ബ്രദർ? അതിനെന്താ പറയുന്നത്? ഇങ്ങനെ വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ
ട്രാക്ഷനൊക്കെ ഇട്ട് കിടന്ന് അവസാനം ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് എല്ലാവരും ചുമന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ അതൊരു അക്രൈസ്തവനായിരുന്നു. അവിടെ വെച്ച് തന്നെ സുഖപ്പെട്ടിട്ട് പോയി. ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ പറയും നോക്കിയിട്ട് വരാം, മാറിയിട്ട് പറയാം, സാക്ഷ്യപ്പെടുത്താൻ മാറുമെന്ന് നോക്കട്ടെ എന്ന് പറയും. ആ സഹോദരനോട് പറഞ്ഞ ഈശോ തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്രേസലോ 1-2 കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ഇടിവെട്ടും മഴയിട്ടും ഒറ്റ കരച്ചിൽ കരഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു, കുമ്പിടാൻ പറഞ്ഞു, നിവരാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു, ബക്കറ്റ് എടുത്ത് ഓടിക്കാൻ പറഞ്ഞു, കസേര എല്ലാം കൂടെ പൊക്കിക്കൊണ്ട് എല്ലാം നടന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്കൊന്നുമില്ല, എല്ലാം മാറിപ്പോയി. ബ്രേസലോ ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ ഒത്തിരി വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ കുഞ്ഞുങ്ങൾ തൊട്ട് ഗർഭിണിയായിരിക്കുമ്പോൾ വളർച്ചയില്ലെന്ന് പറഞ്ഞത്, കളയണമെന്ന് പറഞ്ഞത്, ജോലി നഷ്ടപ്പെട്ടത്, വിട്ട കമ്പനി തന്നെ പോകലെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു കയറ്റി, ട്രാൻസ്ഫർ കൊടുത്തിട്ട് കാലും കയ്യും പിടിച്ചിട്ടും കൊടുക്കാത്തത് വന്ന് വചനം കേട്ട് വീട്ടിലുള്ളവർ വന്ന് വചനം കേട്ടപ്പോ അവിടെ പഴയ ട്രാൻസ്ഫർ വിട്ട സ്ഥലത്ത് നിന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വിളിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. സങ്കീർത്തനം 116 12-13 വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? വല്ലതും കൊടുത്താൽ തീരുമോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ നൈസിയുടെ സാക്ഷ്യം കേട്ടപ്പോ തന്നെ ചിലരുടെയൊക്കെ തലവേദന അതോടെ തെറിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. വേറെ ചിലരുടെ തലവേദന എന്നാ പിന്നെ ഒന്ന് പോയി സ്കാൻ ചെയ്ത് നോക്കാം, ഇത് വല്ലതും ആയിരിക്കും, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കേട്ടപ്പോ തന്നെ ചിലർ വിചാരിച്ചു, ദൈവമേ, ഇത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ഒന്നും അല്ല, ചെറുപ്പം കൊച്ചാണ്. നോക്കത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോളെ അമ്മേനും കൂടെ കണ്ടാൽ അമ്മയുടെ ഇളയെന്ന് തോന്നും. അതുപോലെ ഈശോ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പൊ കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? എന്ത് പകരം കൊടുക്കും? വചനത്തിൽ എന്താ പറയുന്നത്? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരി വന്ന് തിരുവനന്തപുരത്ത് നിന്ന് സഹോദരിയെ എത്തി വലിഞ്ഞി ആദ്യമായിട്ട് വന്നപ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് സാക്ഷ്യം. പക്ഷെ ഇപ്പൊ ഒരു അത്ഭുതം നടന്നു. ആ കുട്ടിയുടെ, ഈ സഹോദരിയുടെ ഭർത്താവ്, അമ്മയുടെ അപ്പച്ചനും അമ്മയും കൂടെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നു. അപ്പൊ പറഞ്ഞു, ബ്രദറെ ഗൾഫിലായിരുന്നു. ബ്രദറെ എത്ര വർഷം ഗൾഫിൽ നിന്ന് വന്നിട്ട്? 3 വർഷം ഇവിടെ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് മെർലനാണ്. ഞാൻ യൂട്യൂബ് വഴിയാണ് ഷൈജു ബ്രദറിൻ്റെ പ്രാർത്ഥന കണ്ടു തുടങ്ങിയത്. അപ്പം ഞാൻ എൻ്റെ ഒരു കസിനുമായി വീട്ടിൽ പറയാതെ തന്നെ ബ്രദറിനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ മരുന്നിലാണ് കഴിഞ്ഞത്. ഞാൻ മരുന്നും കൊണ്ടാണ് വന്നത്. അപ്പം വന്ന് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എൻ്റെ വേദന മാറി കിട്ടി. എനിക്ക് നല്ലതുപോലെ നടക്കാൻ പറ്റി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. എന്നോട് ജോലി ചോദിച്ചേ, ദൈവമേ ഇത്രയും വയ്യാത്ത ആൾക്കാരോടൊക്കെ വരാൻ പറയല്ലേ. ആ ചേച്ചി ഇങ്ങോട്ട് വന്നെ കണ്ടിട്ട് കഷ്ടം തോന്നണം, അതിന് നടക്കാൻ പോലും പറ്റണില്ല. കൂടെയുള്ള ആളും കൂടെ പിടിച്ച് ഏന്തി വലിഞ്ഞ് ഒട്ടും വയ്യാത്തത് തിരുവനന്തപുരത്ത് നിന്ന് ഇത് എങ്ങനെ ട്രെയിന് വന്നെന്നും പറഞ്ഞാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ് ഈശോ അന്ന് കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, അതിനുശേഷം വേറെ ആൾക്കാരെയും കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു. അത് മാത്രമല്ല, പിന്നെ ഭർത്താവിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. പറയും. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു, എനിക്കിപ്പോ വേദനയൊന്നും ഇല്ലേ, നീ എവിടെയാണ് പോയത്, കാലിലും മുട്ടിലൊക്കെ ഒന്ന്? ഞാൻ പറഞ്ഞിപ്പോ എനിക്ക് വേദനയൊന്നും ഇല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. എനിക്ക് അന്ന് തന്നെ എൻ്റെ വേദന മാറ്റി. എനിക്ക് ഇനി ആശുപത്രിയിലൊന്നും പോകണ്ട, മരുന്നും വേണ്ട. അപ്പൊ അന്ന് മുതൽ കഴിച്ചില്ല. പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് 3 വർഷമായി നാട്ടിലാണ്. ജോലിയില്ലായിരുന്നു, കുവൈറ്റിലായിരുന്നു, നല്ല ജോലിയായിരുന്നു, സ്റ്റോർ കീപ്പർ ആയിരുന്നു. അപ്പൊ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. മോളും പഠിച്ചു കഴിഞ്ഞില്ല, ഇനി എന്ത് ചെയ്യും? അപ്പൊ എൻ്റെ ഒരു കസിൻ ഞങ്ങൾ ലണ്ടനിലെടുത്തു. അപ്പൊ അവിടെയും പോയി ജോലി കിട്ടിയില്ല, തിരിച്ചു വന്നു. ബ്രദറിനെ കാണാൻ വന്ന പിറ്റേന്ന് തന്നെ ദുബായിൽ വിളി വന്നു, നീ ജോലിക്ക് അവിടെ വരുന്നുണ്ടോ, സ്റ്റോക്ക് കീപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഒരു ജോലിക്കും അപേക്ഷിച്ചിട്ടില്ല.
അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചതാണ്. അവര് പറഞ്ഞ പ്രായം ഇത്ര ആയി, ഇനിയിപ്പോ കാശൊന്നും കൊടുത്തു പോകാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. അത് ഞാൻ പറയും കർത്താവിന് ഇനിയും പ്രവർത്തിക്കാൻ പറ്റുമല്ലോ. അങ്ങനത്തെ 1-2 കഥകൾ പറഞ്ഞു കൊടുത്തപ്പോ ബ്രദർ പ്രാർത്ഥിക്കും പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ചു വിട്ട്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, അത്രയും വിശ്വാസത്തോടെയാണ് ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് പഴയ പരിചയക്കാരൻ വിളിച്ചു ചോദിച്ച് നിനക്ക് വരാനായിട്ട് താല്പര്യമുണ്ടോ? അബുദാബിയിൽ. ഓഫർ ലെറ്റർ വന്നിരിക്കുന്നു, ഇനി വിസ വരണം, പോകണം. കൈയടിച്ച് ഈശോനെ നന്ദി പറഞ്ഞേ. അങ്ങനെ മോള് ഡോക്ടറും ആയി. അപ്പോ ഇനി ടെസ്റ്റുകളൊക്കെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, PSC പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ട്. ആ മോക്ക് വേണ്ടിയും ഈ അമ്മക്കും. അപ്പന് ഓഫർ ലെറ്റർ ഒക്കെ വന്നു. 10 പൈസ കൊടുക്കാതെ ഒരു ഏജൻസിയിലും പോകാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടു. എല്ലാവരും ഈ കുടുംബത്തെ സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, സ്തുതി 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 സ്തുതി. കർത്താവിന്റെ ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കളെ എല്ലാം വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാവരുടെ മേലും കൃപ, വന്നത് പാഴായി പോകരുത്. പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. പ്രത്യാശയിൽ സന്തോഷിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരത കൊടുക്കണമേ. റോമ 12:12 വചനത്തിന്റെ അഭിഷേകം നിറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചേ, നന്നായിട്ട് സ്തുതിച്ചേ. കുടുംബത്തെ ഇതുപോലെ ത്യാഗം സഹിച്ച് കടന്നുവന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ മരട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകളുടെ കൊച്ചിനെയൊക്കെ നോക്കിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ മകളുടെ കൂടെ കൊടുത്ത എല്ലാവർക്കും വിസ വന്നു കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ടിട്ട് ഇത്രയും സമയമായി, എൻ്റെ മകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വന്നു. ഇനി ഇത് നടക്കൂല ബ്രദറെ. യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ മെസ്സേജ് വചനം കണ്ടിട്ടാണ് വിളിച്ചത്. ഞങ്ങൾ എന്താണ് ഇനി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു, ബ്രദറെ എൻ്റെ മക്കളുടെ വിസ വന്നു. ഹല്ലേലൂയ. കൈയടിച്ചു പറഞ്ഞേ. ഇതുപോലത്തെ 3 സംഭവങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ, വേറെ ഇതുപോലെ OET പരീക്ഷ ജയിച്ചതും ഈ വിസ വന്നതും, ഇതുപോലത്തെ 3 സംഭവങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ. ഇതെല്ലാം യൂട്യൂബിൽ അവർ പ്രാർത്ഥിച്ച വചനങ്ങൾ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, ആകയാൽ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ദൈവം ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 ത്രിവിധ ശക്തികളെ നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശരീരത്തിന് ജീവനില്ല എങ്കിൽ, ആത്മാവില്ലെങ്കിൽ പിന്നെ അതിന് പറയുന്നത് എന്താ പറയുന്നത്? ശവം എന്ന് പറയല്ലേ. എപ്പോഴാ ശവം എടുക്കണമെന്ന് ചോദിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഷൈജു പറഞ്ഞ എപ്പോഴാ എടുക്കണേന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ചോദിക്കൂല, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ശവം എപ്പോഴാ എടുക്കണേന്ന് ചോദിക്കും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉറപ്പുള്ള മാറ്റമില്ലാത്ത ഒരു കാര്യമാണ് എന്ത്? മരണം എന്ന് പറഞ്ഞാൽ. അപ്പൊ മരിച്ചു കഴിയുമ്പോൾ പറയും ശവം എപ്പോഴാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ ഈ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. തിരുവനന്തപുരത്തു നിന്നും ഉള്ള ഒരു സഹോദരിയെ കല്യാണം കഴിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട്, ബാംഗ്ലൂർ മലയാളികളാണ്, അവരവിടെ ജീവിക്കണം. 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞിട്ടും നല്ല ഹയർ എഡ്യൂക്കേഷൻ ആണ്, ഒരു ജോലിയും കിട്ടുന്നില്ല. ഒരുപാട് സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയി അപേക്ഷിച്ചു. അപ്പൊ ഭർത്താവ് പറയും, നിനക്ക് ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല, ഗ്യാപ്പാണ്, എക്സ്പീരിയൻസ് ഇല്ല, ഒന്നും എക്സ്പീരിയൻസ് കാണിക്കാനില്ല. ഇത്രയും മറ്റോട് ജോലി കിട്ടാത്തവരെ മറ്റുള്ളവരെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോഴാണ് യൂട്യൂബിലൂടെ ഈ സാക്ഷ്യവും വചനമൊക്കെ കേട്ടിട്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നതും പറയുന്നതും സാക്ഷ്യങ്ങൾ എഴുതുന്നതും കണ്ടിട്ട് ഈ സഹോദരി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന സമയത്ത് വിളിച്ചാൽ കുറച്ചു നേരം സംസാരിക്കാം. ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ച് ഭർത്താവ് പറയുന്ന ഏതാ, നിനക്ക് കിട്ടാനായിട്ട് പോണില്ല, എന്തിനാ വെറുതെ സമയം കളയുന്നതെന്ന തലയിൽ കല്ലുപോലെ കിടക്കുന്നത്. അതെല്ലാം
എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ഇന്ന വചനം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1 മാസം പോലും തികയുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ആ സഹോദരിക്ക് 9 വർഷമായിട്ട് അന്വേഷിച്ചിട്ടും കിട്ടാത്ത ജോലി കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. സാക്ഷ്യം എഴുതി യൂട്യൂബിൽ തന്നെ അവരിട്ടുണ്ട്. കൈയടിച്ച് ഈശോ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സങ്കീർത്തനം 68:28 ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. 69-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ദാവീദ് സംഗീതം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം. നല്ല ശ്രദ്ധ പറഞ്ഞേ, കർത്താവേ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം നൽകണമേ. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം, അത് വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനക്ക് വന്ന ഒരു സഹോദരിയാണ്. അപ്പൊ ആ സഹോദരിക്ക് 3 വർഷമായിട്ട് വിട്ടുമാറാത്ത നടുവേദന, പക്കുവേദന മൂലം വിഷമിക്കുന്ന, ശരീരം മുഴുവൻ വേദന ഓടിക്കളിക്കുകയാണ്. അപ്പൊ വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരീരം മുഴുവൻ വേദന ഓടിക്കളിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊന്നും ഉള്ളതല്ല എന്ന് എല്ലാവരും വിചാരിക്കുന്ന പോലെ പോയി. കാക്കനാടാണ് വീട് ചെന്ന് കഴിഞ്ഞു, വേദനയില്ല. രാത്രി ഉറങ്ങാൻ കിടന്നു, വേദനയില്ല. പിറ്റേന്ന് നേരം വെളുത്തു, വേദനയില്ല. 3 വർഷമായി. ജിമ്മിൽ പോയപ്പോൾ ജിമ്മിൽ വെച്ച് ഏനക്കേടിൽ വെയിറ്റ് എടുക്കുക, എക്സസൈസ് ചെയ്തപ്പോൾ ഒരു രോഗമില്ലായിരുന്നു. ദോഷപ്പുറത്തേക്ക് പോയി പുറത്ത് ദോഷക്കേടായെന്ന് പറഞ്ഞ പോലെ ഏനക്കേടിൽ ചെയ്തപ്പോ തെറ്റിപ്പോയി. അന്ന് തുടങ്ങിയ മാറാത്ത വേദനയായിരുന്നു. വെള്ളിയാഴ്ചത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈശോ സുഖപ്പെടുത്തി. യൂട്യൂബിൽ നമ്മുടെ ഗ്രൂപ്പിൽ സാക്ഷ്യമുണ്ട്. ഇത്രയും കഥ ഒന്നും പറഞ്ഞിട്ടില്ല. കൈയടിച്ച് ഈശോ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എന്നോട് വിളിച്ചു പറഞ്ഞു, ബ്രദറെ വെള്ളിയാഴ്ച പറഞ്ഞത് എനിക്കായിരുന്നു, ഇതൊന്നും ഒരിക്കലും മാറാൻ പോണില്ല എന്ന് വിചാരിച്ച ഒരുപാട് മരുന്ന് കഴിച്ച ഒഴിച്ചിലും പിഴിച്ച് എല്ലാം പോയ കേസാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ ഈശോ എനിക്ക് സൗഖ്യം തന്നത് എന്ന്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. യേശു നാമത്തിന്റെ ദിവ്യ ശക്തിയാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം കൊണ്ടും ശാപം കൊണ്ടും പൈശാചിക പീഡകൾ കൊണ്ടും ക്ലേശിക്കുന്നവരുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. തീരാ ദുഃഖങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ. കെട്ടുകൾ യേശുനാമത്തിൽ പൊട്ടട്ടെ. തിരുരക്തത്തിന്റെ ശക്തിയാൽ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത ശക്തി, ദൈവശക്തി, പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നവരെയും കഴിഞ്ഞ 35 വർഷമായി സെയിന്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം വിളിച്ച ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ഞങ്ങളുടെ ശുശ്രൂഷകരെയും ടീമംഗങ്ങളെയും വൈദികരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ആർമണ്ട് അച്ഛനെ എത്രയും പെട്ടെന്ന് വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. ദൈവദാസൻ ദൈവമിനച്ഛനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. ഹല്ലേലൂയ. പലതവണ ഞങ്ങൾക്ക് വേണ്ടി വചനം പങ്കുവെച്ച മരണമടഞ്ഞ ദിനേശ് അച്ഛന്റെ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. അതുലച്ഛന്റെ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. IMSലെ മരണമടഞ്ഞ എല്ലാ വൈദിക ദയാനന്ദച്ചൻ, ദിനേശ് അച്ഛൻ, അതുലച്ഛൻ, മറ്റെല്ലാ
മരണമടഞ്ഞ വൈദികർക്ക് വേണ്ടിയും അവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയും അവരുടെ മധ്യസ്ഥവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൈക്കിൾ തലക്കെട്ടി അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നസെന്റ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ നയിച്ച ജോയി ബ്രദറിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയും മേരി അമ്മച്ചിക്ക് വേണ്ടിയും ഷിനിക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് കെട്ടുകൾ കൊട്ടട്ടെ. ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലെ പോരായ്മകള് യേശുവിന്റെ ബലിയാൽ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ ഏറ്റെടുക്കണമേ. ഏതെങ്കിലും മരിച്ചുപോയ വ്യക്തികളെ കുറിച്ചുള്ള പഠിച്ചമർത്തിയ ദുഃഖങ്ങൾ, വെറുപ്പ്, ഒരുക്കമില്ലാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പാപത്തിന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിന്റെ, അവരോടുള്ള കടമകൾ നിറവേറ്റാതിരിക്കുന്നതിന്റെ പോരായ്മകൾ അന്ന് പരിഹരിക്കണമേ. അനന്തമായ യോഗ്യതയ കുരിശിലെ ബലിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക്, ഗർഭഛിദ്രം മൂലം നശിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക്, അത്തരം ദോഷങ്ങൾ ചെയ്തു പോയവർക്ക് വേണ്ടി, കരുണക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വീശി അടിക്കണമേ. യോഹന്നാൻ 3:8 കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദൈവമേ, ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചുപോയവരുടെ മേലും കരുണയായിരിക്കണമേ. ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചുപോയവരുടെ മേലും കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കർത്താവേ, മക്കള് ആരെയെല്ലാം എന്തിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം ദൈവശക്തി വീശടിക്കട്ടെ. വിദേശങ്ങളിൽ പോയിരിക്കുന്ന മക്കളുണ്ട്, എന്ത് ചെയ്തിട്ട് ഉയരാതെ കിടക്കുന്നവരുണ്ട്, സങ്കടക്കടലുകളിൽ നട്ടം തിരിയുന്നവരുണ്ട്. ദൈവമേ, കടബാധ്യതകൾ, രോഗങ്ങൾ, കുടുംബ തകർച്ചകൾ, അവിടെയെല്ലാം ഈ പ്രോഗ്രാം കാണുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തുതിച്ച് 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 നന്നായിട്ട് സ്തുതിച്ച് രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ ജീവിത ബലിയാണ്, നമ്മുടെ പ്രാർത്ഥനകളാണ്, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളുടെ നിയോഗങ്ങളാണ്. ഈ കൂട്ടായ്മയിൽ നാളുവരെ കാലുകുത്തിയവർ, ഇന്ന് കടന്നു വന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ദൈവമേ, 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 കരുണ 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 കരുണ. യേശുനാഥ, ദൈവപുത്ര, അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞു പോലും വെറും കൈയോടെ പോകാനിടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്യുവിന്റെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരേന്ദ്രന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യമയക്കുമരുന്നിലേക്ക് അടിപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിയ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരപ്പെടമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മൾ പാടുകയാണ്. ഉണർവിൻ വരം ലഭിപ്പാൻ. എല്ലാവരും ചേർന്ന്, ആരും വെറുതെ നിൽക്കരുത്, വലിഞ്ഞു മുറുകി നിൽക്കല്ലേ. ശ്വാസമൊക്കെ ഒന്ന് വലിച്ചുവിട്ടെ, ശ്വാസമൊക്കെ ഒന്ന് വലിച്ചുവിട്ടെ, ശ്വാസമൊക്കെ ഒന്ന് വലിച്ചുവിട്ടെ, ഒന്ന് റിലാക്സ് ആയി, ഒന്ന് ഫ്രീ ആയേ. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. നന്നായിട്ടൊന്ന് കൈയടിച്ച് താളത്തിൽ ചേർന്ന് പാടാം. ഉണർവിൻ വരം ലഭിപ്പാൻ. One
ഗ്രഹിക്കാം.
തൂങ്ങപ്പെട്ട യേശുവിൻ്റെ ക്രൂശിന്റെ രൂപം മനസ്സിലൊന്ന് കണ്ടേ. പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരീരം മുഴുവൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലത്തെ വേദനയുള്ളവരുണ്ട്. മനസ്സ് മുഴുവൻ സങ്കടങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ അഭിനയിച്ച് ജീവിക്കുകയാണ്. മിണ്ടാട്ടമില്ല, സംസാരമില്ല, മൊബൈലിന്റെ അഡിക്ഷൻ, ചില രഹസ്യഭാവങ്ങളുടെ അഡിക്ഷൻ. കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായി. എന്ത് പറഞ്ഞാലും ചാട്ടം, ചാടിക്കടിക്കല്, ദേഷ്യം. ചില പാവങ്ങള് എത്ര ഉപേക്ഷിച്ചിട്ടും വീണ്ടും വീണ്ടും വീണു പോകുന്നു. ശരിയായ ബോധ്യമില്ല. മക്കളെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ്. ബാലഭത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. അങ്ങനെ നേരം വിളിക്കുന്ന രാത്രിയാവുന്നു. കടകൾ ഒഴിയുന്നില്ല, കരയാൻ പോലും ആകുന്നില്ല. പ്രാർത്ഥിക്കാൻ ഒരു സമാധാനമില്ല. പള്ളി പോകാൻ തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ മടുപ്പാണ്. ആരോടും ഒരു സ്നേഹമില്ല, ഒരു സന്തോഷമില്ല. കല്ല് പോലത്തെ ജീവിതം. എന്തിനിറങ്ങിയാലും ഇറങ്ങിയിട്ട് കാര്യമില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നവരും ഇതാ സ്വയം പറയുന്നവരും ഒക്കെ ഉണ്ട്. പണ്ട് മുതലേ ദുഃഖവും ദുരിതവും മാത്രം, ഇതിനുവേണ്ടിയാ ജനിച്ചതെന്ന് തോന്നുന്ന അവസ്ഥ. ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്റെ ജീവിത കഥ കർത്താവ് മാറ്റി എഴുതുകയാണ്. ഇസ്രായേൽ ജനത്തെ ചെങ്കടലിന്റെ നടുവിലൂടെ വഴിയൊരുക്കിയ കർത്താവ്, പുറകെ പിടിക്കാൻ വന്ന ശത്രുക്കൾ അതേ ചെങ്കടലിൽ മുങ്ങിത്താഴ്ത്തിയ കർത്താവ്, നിന്നെ തകർക്കുന്ന ശത്രു രോഗമോ പൈശാചിക ബന്ധനങ്ങളോ കടബാധ്യതയോ മാനസിക ക്ലേശങ്ങളോ ദുശീലങ്ങളുടെ അടിമത്തമോ ഏതുമാകട്ടെ, കർത്താവിന്റെ തിരക്ത കരുണക്കടലിൽ അതെല്ലാം മുക്കിയെടുത്ത് പൊളിച്ച് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. യേശുവിനെ ക്രൂശിന്റെ രൂപം കണ്ടേ, മുൾമുടി അമർത്തിയിരിക്കുന്ന ആ തലയിലേക്ക് മുൾമുടി അടിച്ചിറക്കിയപ്പോൾ നൊന്തു പിടഞ്ഞ് ഞാൻ ബുദ്ധിയിൽ അഹങ്കരിച്ച, തർക്കിച്ച, ചീത്ത പറഞ്ഞ, അവിശ്വസിച്ച എന്റെ പാപത്തിനുള്ള ശിക്ഷ, കർത്താവേ മുഖമില്ലാത്ത എനിക്ക് മുഖം തരാൻ, നാണം കെട്ട എനിക്ക് അഭിമാനം തരാൻ, എന്റെ മാനം രക്ഷിക്കാൻ, കർത്താവേ ആ മുഖത്ത് അവര് തുപ്പിയപ്പോൾ, കാർക്കിച്ച് തുപ്പിയപ്പോൾ, താടിരോമം പിടിച്ച് വലിച്ചപ്പോൾ, മുഖത്ത് അടിച്ചപ്പോൾ, നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് ആശയിച്ചപ്പോൾ, കർത്താവേ നീ അതെല്ലാം നിശബ്ദമായി സഹിച്ചു. ആ കൈകൾ ഇങ്ങനെ വലിച്ച് അടിച്ച് ശ്വാസം കിട്ടാതെ നീ പെട്ടഞ്ഞ് ദയയില്ലാതെ ഒരു പുരുഷനിലേക്ക് ആഞ്ഞ് അടിച്ചിറക്കിയപ്പോൾ എന്റെ കൈ കൊണ്ട് കർത്താവെ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരുന്നപ്പോൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയപ്പോൾ, കർത്താവേ ഞാനിതൊന്നും ഓർത്തില്ല, ഞാൻ അന്ധയായി ചെയ്യേണ്ട നന്മ ചെയ്തില്ല, സ്നേഹത്തോടെ സ്പർശിക്കേണ്ടവരെ സ്നേഹത്തോടെ സ്പർശിച്ചില്ല, നന്മ ചെയ്തില്ല, വഴി കാണിച്ചു കൊടുത്തില്ല. ശ്വാസം കിട്ടാതെ നീ പിടഞ്ഞ് കുരിശിൽ നൊന്ത് പിടഞ്ഞു വേദനിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ, എന്റെ തലമുറകൾക്ക്, എന്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ. പുറപ്പാട് 26 വചനം പറയുന്നുണ്ട്, 1000 തലമുറ വരെ കരുണ കാണിക്കും. യെശയ്യാ 43:18 വചനം പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ കാര്യം ഇനി നീ ഓർക്കണ്ട എന്ന്. എന്നിട്ട് കർത്താവ് കിട്ടി വരുന്ന, ഞങ്ങളെ വേട്ടയാടുന്ന, ഞങ്ങളെ കാർന്നു തിന്നുന്ന ആ തിന്മയുടെ ബന്ധനങ്ങള്, യാക്കോബ് 4:6-7 പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ടകന്ന് പോയിക്കൊണ്ടുവന്നു. എന്നിട്ടും പോകാത്ത കാര്യങ്ങള് ഇതാ ഇപ്പോൾ മുഖത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങള് യേശുവിന്റെ പാദത്തിലാണ്, ആ മുറിവാർന്ന പാദത്തിലാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് കാണാമോ? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാബൂൾ കേട്ട അതേ ദൈവസ്വരം പങ്കാളി നൊന്ത് വിടഞ്ഞപ്പോൾ, പങ്കാളിയെ നാണം കെടുത്തിയപ്പോൾ, ഇത്രയും വർഷം ജീവിച്ചിട്ട് സ്വന്തം ജീവിത പങ്കാളി അംഗീകരിക്കാൻ പറ്റാതെ ഒരു യന്ത്രം പോലെ ജീവിച്ചപ്പോൾ, അവരുടെ കുറ്റം മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നല്ലൊരു അമ്മയായി മാറാതിരുന്നപ്പോൾ, ഞാൻ വിചാരിക്കുന്ന മുഴുവൻ നടക്കണമെന്ന് വിചാരിച്ചപ്പോൾ, മാതൃക കൊടുക്കാത്ത അപ്പനായി മാറിയപ്പോൾ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കളായി മാറിയപ്പോഴല്ല, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന അതേ ദൈവസ്വരം കർത്താവേ മാറ്റൊലിക്കൊണ്ടത് ഞാൻ കേട്ടില്ല. എനിക്ക് വേണ്ടിയാണ്, എന്നോടാണ് സംസാരിച്ചത്. മുറിവേൽപ്പിക്കപ്പെട്ട ഓരോ വ്യക്തിയിലും യേശു ഉണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ആ പാദങ്ങൾ ഇങ്ങനെ വലിച്ച് അടിച്ച്, ബലത്തോടെ വലിച്ച് അടിച്ച് ചോര ചീറ്റി തിരിച്ചു ഒഴുകി. കർത്താവേ എന്റെ ശരീരത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പാരമ്പര്യ ഘടകങ്ങൾ, എന്റെ ശാപം, എന്റെ തൊഴിൽ തകർച്ചയിലേക്ക് വീഴുന്നതായിട്ട് ഇപ്പോൾ കണ്ടു പ്രാർത്ഥിക്കട്ടെ. കണ്ടു പ്രാർത്ഥിക്കുക. അഴിയാത്ത കേസുകൾ, കുരുക്കുകൾ, മാറാത്ത രോഗങ്ങൾ ഇന്ന് ഇവിടെ ലൈവായിട്ട് ദൈവം ഇടപെടും. മത്തായി 8:7 ഞാൻ വന്ന് സുഖപ്പെടുത്താം.
നിങ്ങളുടെ കെട്ടുകൾ അഴിയും. ഓസ്ലേമിലെ സ്ത്രീകളെ നോക്കി യേശുനാഥൻ പറഞ്ഞില്ലേ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് ശരീരം മുഴുവൻ കരണ്ട് അടിക്കുന്നത് പോലത്തെ അനുഭവം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ശരീരം മുഴുവൻ പ്രത്യേകമായി ചൂട് കാറ്റ് കയറ്റിയതുപോലെ രോഗശാന്തിയുടെ സ്പർശനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്നില്ലാത്ത കുളിരിന്റെ അനുഭവം, ഉള്ളതിനേക്കാൾ നിൽക്കുന്നതിനേക്കാൾ ശരീരത്തിലേക്ക് തണുപ്പ് കയറ്റി അടിക്കുന്ന അനുഭവം കർത്താവ് പലരും വിശ്വസിക്ക് ഏറ്റെടുക്കുക. അനോയിറ്റിംഗ്, പരിശുദ്ധാത്മാവിന്റെ ഹോളി സ്പിരിറ്റിന്റെ അനോയിറ്റിംഗ് ഇന്ന് ഈ ഹാളിൽ വലയം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. അമ്മ ഈ ഹാളിൽ ചുറ്റി നടക്കുന്നു. ഓരോ മക്കളുടെ അടുത്ത് വരുന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ ഏത് അമ്മയ്ക്കാണ് അടങ്ങിയിരിക്കാനായിട്ട് പറ്റുന്നത്? ഇതാ ഈശോയുടെ അമ്മേന്റെയും അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. യേശുവിന്റെ മുറിവുകൾ നമ്മളോട് സംസാരിക്കുന്നു. യേശുവിനെ കണ്ടുകൊണ്ട്, അമ്മയെ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ കണ്ടുകൊണ്ട് ഇത്രയും നാള് പറഞ്ഞു, ഇതേപോലെ ആർക്കുമില്ല, ആർക്കും എന്നെ വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, സ്നേഹിച്ചവരെല്ലാം എനിക്കിട്ട് പണിയെന്നേ ഉള്ളൂ, ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ മരണം വരെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഞങ്ങളിൽ തന്നെ ആശ്രയിച്ചപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞു പോയത്. കർത്താവെ ഞങ്ങളോട് മാപ്പാകണേ, കരുണയാകണമേ, കരുണ തോന്നണേ, അലിവ് തോന്നണേ എന്ന് കരഞ്ഞു പോട്ടെ. ശങ്ക തുറന്ന് ബ്ലോക്കൊക്കെ മാറും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ പോയി നോക്കുമ്പോൾ ഇൻസുലിൻ എടുത്തിട്ടും കുറയാത്ത, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത, വ്യത്യാസമില്ലാത്ത അവസ്ഥകൾ, അത്ഭുതകരമായ ഹീലിംഗ് വചനത്തിലൂടെ, ഗാനത്തിലൂടെ അഭിഷേകമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതെല്ലാം നിങ്ങൾ ഇത് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇനി ഇവിടെ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ കടന്നു വരും, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവർക്ക് രോഗശാന്തി. സദാധിപൻ ആവശ്യപ്പെട്ടപ്പോൾ വീട്ടിൽ കിടന്ന രോഗി സൗഖ്യപ്പെട്ടില്ലേ? വലതു ഭാഗത്ത് വയറിന്റെ അടിയിലുള്ള വേദനയില്ലേ? ഓപ്പറേഷൻ ചെയ്യണമെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കാം. ഈശോ ഇപ്പോൾ തൊടുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് രോഗമോ വേദനയോ ഉണ്ടെങ്കിൽ കണ്ണുകൾ അടച്ചു പിടിച്ച് മെല്ലെ ഒന്ന് നിങ്ങളുടെ വലത് കൈ കൊണ്ടോ ഇടത് കൈ കൊണ്ടോ ആ ഭാഗത്തൊന്ന് തൊടുക. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മുഴകളുണ്ടെങ്കിൽ ആരെയും നോക്കണ്ട, ഏതെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിൽ, നാളിതുപോലെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ സഹോദരിയുടെ യൂട്രസിലുണ്ടായിരുന്ന മുഴ പറ്റിപ്പോയി. നിർദ്രോഗിയായ വ്യക്തി ഭാര്യയെ ഭർത്താവ് വചനം കേട്ടപ്പോൾ കാലിലൂടെ നെഞ്ചുവരെ, ഹാർട്ടിന്റെ ഭാഗം വരെ നൊരച്ച് എന്തോ കയറിപ്പോകും. നെഞ്ചിന്റെ ഭാഗത്തൂടെ ഒറ്റപ്പെട്ടു പൊട്ടി എന്നാ പറഞ്ഞത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. വിശ്വസിക്കുക. യേശു ക്രിസ്തു ജീവനോടെ ഇന്ന് ഇപ്പോൾ കുരിശിലെ അനന്ത ബലി, തിരുരക്തത്തിന്റെ യോഗ്യത ഇത് പ്രാർത്ഥിക്കുന്ന, കാണുന്ന, പങ്കുവെക്കുന്നവരിലേക്ക് രോഗശാന്തി അഭിഷേകം. അന്തന്റെ കണ്ണു തുറന്നവൻ, ജഗടിന്റെ കാത് തുറന്നവൻ, നാവിന്റെ കെട്ടഴിക്കുന്നവൻ, ലാസറേ പുറത്തു വരികയെന്ന് അരുൾ ചെയ്തപ്പോൾ ലാസർ ജീവനുള്ളവനായി തീർന്നതുപോലെ ഇതാ നിന്റെ ജീവിതത്തിലെ മരണതുല്യമായ വേദനകൾ, തടസ്സങ്ങൾ എല്ലാം യേശു നീക്കി കളയുന്നു. കരുണ തോന്നണേ എന്ന ഗാനത്തിന്റെ ഈരടികളിലൂടെ ഏത് ഭാഗത്ത് വേദന, തടിപ്പ്, നീർക്കെട്ട്, ബ്ലോക്ക്, അനാവശ്യമായ കോശമളർച്ചകൾ, ക്യാൻസർ, ട്യൂമർ വിശ്വസിക്കുക. വരാത്ത വ്യക്തികളുണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ, വീട്ടിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർമ്മയിലുള്ള അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. കെട്ടിപ്പിടിച്ച് ഒന്ന് കാണാമോ? വിശ്വസിക്ക്. ഇപ്പോഴെന്നതുപോലെ ഇതാ മാറാത്തത് മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ജീവിത കഥ കർത്താവ് മാറ്റി എഴുതുകയാണ്. കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കും. രാത്രിയാകുമ്പോ ഒരു ഉറക്കമില്ല, രാത്രിയാകുമ്പോ കരച്ചിലാണ്. കരഞ്ഞിരിക്കുന്നത് എന്തിന്റെ കുറവാണ്, എന്തിന്റെ കുറവാണ്? ആരോടും പറഞ്ഞാൽ തീരാത്ത, പറഞ്ഞാൽ നാണക്കേട്, ആവേശമാണ്. അറിഞ്ഞത് തന്നെ ഒത്തിരി വിഷമത്തിലാണ്. കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവര് കണ്ണീരൊഴുക്കി ഒരുക്കി മരവിച്ച അവസ്ഥകളുണ്ട്. എന്റെ തലയുടെ
തലവേദനയാണ്, കണ്ണിന് അസുഖങ്ങളാണ്, ഞരമ്പുകളിൽ ബ്ലോക്കാണ്. കർത്താവേ, ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു. യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞു പോട്ടെ, കരഞ്ഞു പോട്ടെ. പിടിച്ചു വെക്കല്ലേ, തുറന്നു കൊടുത്തേ. യേശുവേ എന്ന് നന്നായിട്ട് വിളിച്ചേ, സ്വരത്തിന് വിളിച്ചേ, കരഞ്ഞു പോട്ടെ. ബ്ലോക്ക് ഉരുണ്ട് 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 പോട്ടെ. തടസ്സം എന്ത് തന്നെയായാലും, പ്രയാസം എന്ത് തന്നെയായാലും. കണ്ണുനീരോട് വിട്ടുവിലക്കുന്നവൻ സന്തോഷത്തോടെ കെട്ടുകണക്കിന് അനുഗ്രഹമാണ് ചുമന്നുകൊണ്ടുപോകാൻ പോകുന്നത്. പ്രാർത്ഥിച്ച കാര്യം മാത്രമല്ല, കെട്ടുകണക്കിന് അനുഗ്രഹം. അനക്ക് കീഴ്പോട്ട് ബലമില്ലാത്ത പോലത്തെ, തളർന്നു പോകുന്ന പോലത്തെ അവസ്ഥ ഈശോ ബലം കൊടുക്കുന്നു, ശക്തി കൊടുക്കുന്നു. കാലിന്റെ പൂറ്റുവേദന ഈശോ മാറ്റിക്കുന്നു. അത്യാശ നഷ്ടപ്പെട്ട മകളെ എൽസി എന്ന സഹോദരിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കുന്നു. ചെന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നവരെ കണ്ടേ. ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നുവെന്ന് സഖ്യേവസിനോട് പറഞ്ഞവരെ കണ്ടേ. നിന്നെ വെറും കൈയോടെ വിടാനല്ല, സ്വർഗം മുഴുവൻ നിന്റെ കൂടെ വരും, നിന്റെ അടുക്കലേക്ക് വരും, നിന്റെ ഭവനത്തിലേക്ക് വരും. ഈശോ വരുന്നത് വെറും കൈയോടെയല്ല. നിനക്കുള്ളതെല്ലാം ഈശോ ഏറ്റെടുത്ത്, ഈശോയ്ക്കുള്ളതെല്ലാം ഇനി നിനക്ക് സ്വന്തമാണ്. യേശുവേ നന്ദി, നന്ദി. അതിനു വേണ്ടി അമ്മ അവരുടെ മുഖം കണ്ട് മരിച്ചുപോയവരെ രണ്ട് കരങ്ങൾ മുന്നിൽ
വിളക്ക് കൊളുത്തി അടിച്ചു വാരി കണ്ടെത്തുവോളം കണ്ടെത്തി കൂട്ടുകാരികളെ വിളിച്ച് ആഘോഷിച്ച ആ സ്ത്രീയുടെ വീണ്ടെടുപ്പിന്റെ സ്നേഹമേ, പരിശുദ്ധ അമ്മ കടന്നു വരുന്ന അമ്മയെ കണ്ട് പ്രാർത്ഥിക്കട്ടെ. മറിയത്തിലൂടെ ഈശോയിലേക്ക് നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഒത്തിരി ഭാരങ്ങൾ ഉരുണ്ടുപോയി വന്നതുപോലെയല്ല ദൈവം ഇടപെടുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള കൂട്ടായ്മയാണ്. ആരംഭം മുതൽ ഇന്ന് വരെ ഇവിടെ എന്തെങ്കിലും അന്നും ഇന്നും എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ മാതൃത്വ ശക്തിയാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന, പുത്രൻ നൽകുന്ന, സ്വർഗം നൽകുന്ന ഇടപെടലുകളാണ്. ആ നാമത്തിലൂടെ, ആ നാമത്തിന്റെ മൗനത്തിലൂടെ ദൈവശക്തിയുടെ പ്രകടമാകുന്നു. നമ്മളിൽ ആരാണ് സ്വന്തം അപ്പനെ അമ്മയെ വെറുക്കുന്നത്? സ്വന്തം അപ്പനെ അല്ലെങ്കിൽ അമ്മയെ ഉയർത്തുന്നവരെ അവരുടെ മക്കൾ അതിനേക്കാൾ ഉയർത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാം. സ്വർഗം തന്ന അമ്മ, ക്രൂശിലെ രണ്ട് അന്തിമ നാളുകൾ, അമ്മയും ആത്മാവും അമ്മയോട് ചേർന്ന് ആരാധിക്കാം. യേശുവിന്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കാൻ ഇന്നും ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അമൂല്യ സമ്മാനമാണ് ഈ അമ്മ. അവിടുത്തെ അരുമ ശിഷ്യനായ സ്നേഹത്തിന്റെ പ്രവാചകനായ യോഹന്നാനെ ഈ അമ്മയെ ഏൽപ്പിച്ചെങ്കിൽ ദൈവസ്നേഹത്തിൽ കത്തിച്ചൊലിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ അമ്മയെ അവിടുന്ന് ഏൽപ്പിച്ചു തരികയാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയായി, ഭക്തനായി മുന്നോട്ട് പോകാൻ ഇതാ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. Thank you.
വെറുപ്പ് മാറ്റിയ നിനക്ക് അമ്മയെ കാണാൻ അമ്മായിയമ്മയോട് വെറുപ്പുണ്ടെങ്കിൽ അത് മാറ്റി മരിച്ചവരോട് പോലും ഇനി വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കല്ലേ. കളയി സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അമ്മയെ കണ്ടേ. പല മക്കൾക്കും അമ്മയുടെ ദർശനങ്ങള്, സാന്നിധ്യം, സ്പർശനങ്ങള് മാതാവിന്റെ നല്ല സാന്നിധ്യ അനുഭവമുണ്ട്. വചനവദനത്തിലും ഉദരത്തിലും സ്വീകരിച്ച പാപികളുടെ സങ്കേതം, നോഹിന്റെ പെട്ടകം പോലെ ജലപ്രളയത്തിൽ ഇറങ്ങിത്താഴുമായിരുന്ന ലോകത്തോട് കരുണ കാണിക്കാൻ നോഹിന്റെ പെട്ടകത്തിലൂടെ ജലപ്രളയത്തിന്റെ മേൽ വിജയം നേടിയതുപോലെ ഇതാ ലോകത്തിന്റെ പാപത്തിന്റെ അശുദ്ധിയുടെ പ്രളയത്തിൽ എനിക്കും നിങ്ങൾക്ക് രക്ഷ തരാൻ ദൈവമൊരുക്കിയ ആ പെട്ടകമാണ് പരിശുദ്ധ അമ്മ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. മുഖമൊക്കെ തടച്ച് കണ്ണൊക്കെ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ സംഭവിച്ചു. ആരും അറിയാതെ നമ്മുടെ ആ ഇടക്കൂടെ ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാൻ പോലും പറ്റിയില്ല. പക്ഷെ ഇനി അടിക്കാൻ ബഹുമാനപ്പെട്ട ബിനോലീനച്ഛൻ ഒരു ജാടയില്ലാതെ മിണ്ടാനും കാണാനും വരാനും പറ്റിയ ഒരച്ഛൻ ഇതുപോലെ വേറെ ഇല്ല. നമ്മുടെ ശുശ്രൂഷയിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ അച്ഛൻ്റെ സാമീപ്യത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അച്ഛനായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞു ഷിബുന ഇവിടെ പറഞ്ഞേക്ക്, ഓക്കെ ഞാൻ എത്തിയേക്കാന്ന് പറഞ്ഞു. ഇത് മാതാവ് ആ പുത്രനെ പറഞ്ഞു വിട്ടതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കൈയടിച്ചോ നന്ദി പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ പല പ്രധാനപ്പെട്ട അവസരങ്ങളിലും ക്രിസ്മസിനോടനുബന്ധിച്ച് ശുശ്രൂഷ, അതുപോലെ ഇന്നിപ്പോൾ വാർഷികം, ഇങ്ങനെ നിരവധി അവസരങ്ങളിൽ ബഹുമാനപ്പെട്ട ബിനോലീനച്ഛൻ, പൊന്നുരുന്തി ആശ്രമം എന്ന് പറഞ്ഞാൽ അറിയാത്തവർ കുറവാണ്. കപ്പുച്ചിൻ ആശ്രമത്തിലെ തിയോഫിനത്തിന് അറിയാത്തവരുണ്ട് അവിടെ. തിയോഫിൻ ഗിൽഡ് ഡയറക്ടറാണ്, അച്ഛനാണ് അതിൻ്റെ ചുമതല. അപ്പോൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉണ്ട്. അതിനിടയ്ക്ക് ഒത്തിരി പ്രോഗ്രാമുകളുമായിട്ട് ശുശ്രൂഷകളായിട്ട് യാത്രയും ശുശ്രൂഷകളും എല്ലാം ഉണ്ട്. കപ്പുജനാശ്രമത്തിൽ ഒത്തിരി പേര് കാണാനൊക്കെ വരും. എന്നിരുന്നാലും നമ്മളോട് ഒത്തിരി സ്നേഹമുള്ള അച്ഛൻ്റെ ഈ വിലപ്പെട്ട മണിക്കൂറുകൾ ഇതാ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഒരിക്കൽ കൂടെ കൈയടിച്ച് ആത്മാർത്ഥമായിട്ട് 35-ാം വാർഷികത്തിൽ അച്ഛനെ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ ഇവിടെ രാവിലെ അല്പം ഒരു തിരക്ക് ഉണ്ടായിരുന്നു. അറിയാം, നമ്മൾ വിചാരിക്കാത്തവരൊക്കെ ഒത്തിരി ദൈവാനുഭവമുള്ളവരാണ്. അത് ഇന്ന് ഒരു ഫിലിം ആക്ട്രസിലൂടെ എനിക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് പറ്റി. രേഖ അറിയാവുന്നവരറിയാവും, പഴയ നല്ല സിനിമാ നടിയാണ് രേഖ. അതായത് ഓട്ടോ, അതുപോലെ അങ്ങനെയുള്ള ഒത്തിരി ഫിലിമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, പക്ഷെ ഞാൻ അവരുടെ ജീവിതമായിട്ട് അല്പം ഒന്ന് കുറച്ച് രാവിലെ ഒരു 10 മണി മുതൽ ഒരു 12 മണി വരെ അവരോടൊപ്പം ഇരിക്കാനായിട്ട് ഒരു ഇട നൽകി ദൈവം. നല്ല പക്ഷേ ഭയങ്കര പ്രാർത്ഥന അനുഭവമുള്ള വ്യക്തിത്വമാണ്. നമുക്ക് ആ സഹോദരി കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. കൂടുതൽ ദൈവ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നല്ല ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു സഹോദരി, അതുപോലെ ഫിലിം സ്റ്റാറാണ്. ഒത്തിരി തന്നെ വേദനിപ്പിച്ചവരെ, കുടുംബത്തിൽ നിന്ന് ഒത്തിരി സഹനങ്ങൾ കിട്ടിയിട്ടും അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരെ കരുതുന്ന ഒരു സഹോദരി. വളരെ സുവിശേഷ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഭയങ്കര നല്ല പ്രാർത്ഥന അനുഭവമുള്ള വ്യക്തി. അപ്പം ഞാനിത് പറയാനായിട്ട് കാരണം, നമുക്ക് തോന്നും ഇവരൊക്കെ വളരെ മോശമാണെന്നൊക്കെ ചിലരെ തെറ്റിദ്ധരിക്കും. പക്ഷേ
ദൈവാനുഭവമുള്ളവര്, വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നവര്, ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് എന്ന് എനിക്ക് അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ അവസരങ്ങളും കൂടുതൽ അനുഗ്രഹങ്ങളും ദൈവം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയിട്ട് ഇന്നിവിടെ വരാനായിട്ട് ഇരുന്നപ്പോൾ രാവിലെ പ്രഭാതത്തിൽ ആദ്യം ഞാൻ വെറുതെ ഒന്ന് ധ്യാനിച്ചിട്ട് ഒരു വചനം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഷൈജു പറഞ്ഞതുപോലെ ഇവിടെ എത്തേണ്ടതാണ്. അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും പറയണമല്ലോ. അപ്പൊ അത് ഉദ്ദേശിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, നിങ്ങൾ എല്ലാവരോടുമായിട്ട് ദൈവം പറയുന്നു, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം തിരുവചനം. അറിയാവുന്നവരെന്ന് പറഞ്ഞാല് അറിയാവോ? എത്രയൊക്കെ അറിയാം? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങളുടെ പിൻകാവൽക്കാരനാണ്. ഈ വചനമാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നവരോട് ദൈവം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ പല കാര്യത്തിൽ ഇപ്പോൾ വലിയ തിടുക്കങ്ങളിലാണ്. പല കാര്യങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഉത്കണ്ഠപ്പെട്ട് ഭയങ്കര അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെങ്ങനെ, നാളെ ഇനി എങ്ങനെയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. നമ്മളോടാണ് പറയുന്നത്, നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കാരണം കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും. നിങ്ങളുടെ മുമ്പേ നടക്കുന്ന കർത്താവിനെ നോക്കി നിങ്ങൾ നടന്നാൽ മതി. അവൻ നിങ്ങളുടെ പിൻകാവൽക്കാരനാണ്. നമുക്കറിയാം, ദൈവം നമുക്കൊരു സംരക്ഷണമായി നമ്മുടെ കൂടെ ഉണ്ട്, കൂടെ നടക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതിനേക്കാൾ ഉപരി ഒരു അമ്മ ഈ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സെന്റ് മേരീസ് പ്രെയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മാതാവിനെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അമ്മയിൽ ആശ്രയം വയ്ക്കുന്നുണ്ട്. അമ്മ ഒരു അഭയ നഗരം തന്നെയാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഓടിയെത്താവുന്ന ഒരു അഭയ നഗരമാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം അൽഫോൺസ് മേരി ലിഗോരി എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹത്തിന്റെ ഹെൽ ഹോളി ക്യൂൻ മദർ മേരി എന്ന് പറഞ്ഞ പുസ്തകത്തില് മാതാവിനെ കുറിച്ച് പറയുന്നത്, മറിയം നമുക്കൊക്കെ ഒരു അഭയ നഗരമാണ്. നമ്മൾ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, വളരെ തകർന്ന അവസ്ഥയിലാണെങ്കിലും ഒന്ന് ജപമാല എടുത്ത് ഒരു നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ മറിയത്തിന്റെ കരുതലും സാന്നിധ്യവും സംരക്ഷണവും നമുക്ക് ലഭിക്കും. അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുത്തെത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ നന്ദി പറയാം. ഈ 35 വർഷക്കാലം ഈ പ്രയർ ഗ്രൂപ്പിൽ ഒക്കെ കടന്നു വരുവാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചതിനെ ഓർത്ത്, ഈ ഗ്രൂപ്പിലൂടെ ദൈവം നമുക്ക് നൽകിയ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ മറ്റുള്ളവർക്ക് ദൈവം ഈ ഗ്രൂപ്പിലൂടെ നൽകിയ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ ഈ ദിനത്തിൽ നന്ദിയോടെ ഓർത്ത് നന്ദി പറയേണ്ട ഒരു ദിനമാണ്. കാരണം ഒരുമിച്ച് നമ്മൾ കൂടിയിരിക്കുന്നത് നന്ദി പറയുവാനാണ്, ദൈവത്തിന് നന്ദി പറയുവാൻ. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുവാൻ, കൂടെയുള്ളവരെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആരെയും കുറച്ച് കാണാതിരിക്കാം, എല്ലാവരെയും മഹത്വമുള്ളവരായിട്ട് കാണാം. കാരണം അവരുടെ മഹത്വം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മഹത്വം ബാഹ്യമായ വസ്ത്രധാരണയോ, അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമോ, അല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന സ്വർണമോ, അല്ലെങ്കിൽ അവർ വന്ന വാഹനത്തിന്റെ മോടിയോ ഒന്നുമല്ല, അവരുടെ ഉള്ളിലെ ക്രിസ്തുവാണ്. അപ്പോൾ ആ മഹത്വമുള്ള ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് എല്ലാവരോടും ആദരവോടും സ്നേഹത്തോടും നമുക്ക് ഇടപെടാനായിട്ട് കഴിയണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന ജീവിതം ആ രീതിയിൽ റിലേഷൻഷിപ്പാണ്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹമില്ലാത്തവരായിട്ട് തരം താഴുന്നത്. ക്രിസ്ത്യാനി തോൽക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത മനസ്സ് അവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ക്രിസ്ത്യാനി എവിടെയെങ്കിലും തോറ്റിട്ടുള്ളത്. അതല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ പിശാച് തരുന്ന അഹങ്കാരമായിരിക്കാം.
അപ്പോൾ ഈ അഹങ്കാരവും ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലൊക്കെ വന്ന് പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ അവർക്ക് കൊടുത്ത അതേ ദൈവം നമ്മളെയും കൂടുതൽ അനുഗ്രഹിക്കുമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരുടെ നന്മ കണ്ട് സന്തോഷിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ചെറു ജീവിതമാണ്. ഓരോ ദിവസവും എത്രയോ പേര് ഈ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകുന്നു. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഈ ഭൂമിയിൽ നിൽക്കുവാനും ഒക്കെ അവസരം തരുന്നത് ഈ സത്യദൈവത്തെ പ്രഘോഷിക്കുവാനാണ്. അത് നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. കാരണം ദൈവത്തെ നമ്മളെല്ലാറ്റുപരിയായി സ്നേഹിക്കും. ആ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടുള്ള 3 തലങ്ങളാണ് നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഈ നമ്മുടെ വാക്കുകളിൽ നമ്മൾ ഏത് രീതിയിലാണ് ഇടപെടുന്നത്? എല്ലാവരോടും ഒന്ന് സ്നേഹത്തോടെ, എളിമയോടെ, കരുതലോടെ സംസാരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മൾ വാക്കുകൊണ്ട് ആരെങ്കിലുമൊക്കെ മുറിപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാകണം. രണ്ടാമത് നമ്മുടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നവരായിട്ട് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് മറക്കാതിരിക്കാം. കൂടുതൽ പ്രാർത്ഥിച്ച് പ്രവർത്തനങ്ങൾ കുറച്ച് വരാനല്ല, കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയിൽ നമ്മൾ ക്ഷീണിതരാകരുത്. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു, ഇത്രയും അധ്വാനിക്കുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ആ ഒരു പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവസാനം പ്രാർത്ഥിക്കുന്നവരാകണം. കാരണം പ്രാർത്ഥന കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഓക്സിജൻ ആവശ്യമാണ് എന്നതുപോലെ തന്നെ ആത്മാവിന്റെ നിലനിൽപ്പിന് പ്രാർത്ഥന കൂടിയേ കഴിയൂ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ യുവതിയുവാക്കൾ, കുഞ്ഞുമക്കളൊക്കെ എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ഈ ആത്മാവിനെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. ഉള്ളിൽ വസിക്കുന്ന ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് മൃതമായാൽ പിന്നെ സമസ്ത മേഖലകളിലും പരാജയപ്പെടുവാനായിട്ട് ഏറെ സാധ്യതയുണ്ടെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥനയിൽ നിന്ന്, കൂദാശകളിൽ നിന്ന്, അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്നൊക്കെ അനേകർ തിരക്കുകളുടെ ലോകത്തിലേക്ക് ഓടിപ്പോകുന്നത്. പക്ഷെ പരിണിത ഫലം എന്താണ്? സന്തോഷമില്ല, സമാധാനമില്ല. ഇന്ന് എല്ലായിടത്തും സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സന്തോഷവും സമാധാനവും ഇതൊന്നും നൽകാനായിട്ട് കഴിയാതെ വരുമ്പോൾ ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ തെറ്റായ സൗഹൃദങ്ങള്, തെറ്റായ വേണ്ടാത്ത ബന്ധങ്ങള്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തിന്മകളിലെ വ്യക്തികൾ അടിമപ്പെടുന്നു. പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കൾച്ചർ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അല്പമൊക്കെ നന്മ വളരുമെന്ന് തിരിച്ചറിയണം. നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ അവനറിയാതെ അവളറിയാതെ നന്മ വളർന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും വചനം വായിക്കുകയും വചനം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ നന്മ വളർന്നുകൊണ്ടിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ നോക്കി നമ്മൾ കളിയാക്കുമ്പോൾ, അതല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി അവരെ തള്ളി പറയുമ്പോഴൊക്കെ ഓർത്തുകൊള്ളണം, നമ്മൾ യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ കുറ്റപ്പെടുത്തുവാനും വിമർശിക്കുവാനും ഒക്കെ വ്യക്തികൾ തരം താഴുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ, കുറവ്, കുറ്റങ്ങളൊന്നും നമ്മളെ തളർത്താൻ പാടില്ല. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം നമ്മൾക്ക് ആത്മാവ് മരിച്ചാൽ പിന്നെ എല്ലാം ക്ലോസ്ഡ്. ഈ ആത്മാവ് മൃതമായാൽ, കാരണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ശരീരത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓക്സിജൻ കൂടെ കൊടുക്കല്ലേ? ഓരോ നിമിഷവും നാം അറിയാതെ തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആത്മാവ് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിലുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന 3 കമ്പോണൻസ് ആണ് നമുക്കറിയാം: ബോഡി, സോൾ, മൈൻഡ്. ഇത് 3 ഉണ്ട്. ഇപ്പൊ ബോഡി, നമ്മുടെ മൈൻഡാണ് ഡിസിഷൻ എടുക്കുന്നത്. ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ബോഡിക്കാണോ, സോളിനാണോ, ശരീരത്തിനാണോ, ആത്മാവിനാണോ? ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും എൻ്റെ ആത്മാവിന് വേണ്ടി കൂടിയാണോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. വെറും ബോഡി ലെവലിലാണോ ഓരോ കാര്യങ്ങൾ? ശരീരത്തെ മാത്രം അവലംബമാക്കിയാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ഉള്ളിലെ ആത്മാവിനെയും ബലപ്പെടുത്തുവാനായിട്ട് നല്ല നിലപാടെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെയും പവിത്രമായി സൂക്ഷിക്കുവാൻ തയ്യാറായാൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അതല്ലാതെ ആത്മാവിനെ വിസ്മരിച്ച് ശരീരത്തെ മാത്രം അവലംബമാക്കിയാൽ
പൗലോസ് പറയുന്നത് അവരുടെ ദൈവം അവരുടെ ഉദരമാണ്. ഉദരത്തിന് വേണ്ടി അല്ലെ, ഉദരത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതമല്ല, ആത്മാവിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് മറക്കാതിരിക്കാം. അതിന് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളാണ്. അപ്പോൾ ആ കൂട്ടായ്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ കൂട്ടായ്മകൾ മറ്റുള്ളവർക്കും കൂടുതൽ അനുഗ്രഹമാകുവാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ, നാം വിശ്വസിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഈശോയുടെ ആഗ്രഹത്തിനൊത്ത വിധം നമ്മുടെ മനസ്സുകളും വളരണം. ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് നമ്മുടെ ശത്രുവാകാം, അതല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന വ്യക്തിയാകാം, അതല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മളുമായി ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളാകാം. ആരും നഷ്ടപ്പെട്ടു പോകാൻ ഈശോ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവരോടുള്ള വെറുപ്പും പരിഭവവും ഒക്കെ മാറ്റി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാൻ, അവർക്ക് വേണ്ടി നല്ലത് പറയുന്നവരാകുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം പരിശുദ്ധ അമ്മ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഭയനഗരമാണ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും നമ്മളെ താർക്കാൻ പറ്റുകയില്ല. വിശുദ്ധ മേരി ഡി മോൺഫോർട്ടും അതുപോലെയുള്ള വിശുദ്ധരൊക്കെ ശക്തമായ രീതിയിൽ അവർ കൃത്യതയോടെ പറയുന്നുണ്ട്, മാതാവിനോടൊപ്പം ചേർന്ന് രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിനെ താർക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും പാഷണ്ഡതകൾക്ക് ആ വ്യക്തി അടിമപ്പെടുകയില്ല. ദൈവവിശ്വാസത്തിൽ നിന്ന് ആ വ്യക്തി അകലുകയില്ല. സഭയിൽ നിന്ന് ആ വ്യക്തി അകലുകയില്ല. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ മാറിപ്പോകും. ഈ ജപമാല പ്രാർത്ഥനയോടൊക്കെ വിരസത തോന്നി തുടങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, പിശാച് നമ്മുടെ ജീവിതത്തിൽ കണ്ണുവച്ചിട്ടുണ്ട്. പിശാച് നമുക്ക് അടുത്തെത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. അവനെ ഓടിക്കുവാൻ ഈ ജപമാല എന്ന ആയുധം മാത്രമേ നമുക്ക് സ്വർഗം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് രണ്ടാമത് പരിശുദ്ധ കുർബാന. അപ്പോൾ ഈ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്കൊക്കെ കൊടുത്ത ദർശനം അവസാന നാളുകളിൽ സഭ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ സഭയുടെ നൗകയെ കെട്ടി നിർത്തുന്നത് രണ്ട് തൂണുകൾ ഡോൺ ബോസ്കോയുടെ ദർശനത്തിൽ കണ്ട ദർശനത്തിൽ ഒന്ന് പരിശുദ്ധ കുർബാന, രണ്ട് പരിശുദ്ധ അമ്മ. അപ്പൊ ഇത് രണ്ടിനെയും നമ്മുടെ കൈകളിൽ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പോകാൻ കഴിയണം. പരിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മളത് വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയുള്ള അടയാളങ്ങളായിട്ട് എടുക്കണം. അല്ലാതെ ആ കൊച്ചിനെയോ അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ ഓടേണ്ട ആവശ്യമില്ല. ആ കുട്ടിയെ കാണാനായിട്ട് ഓടേണ്ട, അല്ലെങ്കിൽ ആ പള്ളിയിൽ കൂടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടവകയിലെ, സമീപസ്ഥമായിരിക്കുന്ന ഇടവകയിലെ വിശുദ്ധ കുർബാനയിലെ ഈശോയെ കൂടുതലൊന്ന് സ്നേഹിക്കുക. ഈശോയോടൊപ്പം അല്പസമയം ഇരിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. ഞാനിത് പറയാൻ കാരണം ചിലർ ഇന്ന് ആ കൊച്ചിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മീഡിയാസിലെല്ലാം ആ കുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്നലെ ഞങ്ങളുടെ ആശ്രമത്തിലെ അച്ഛനായിരുന്നു CKCയിലെ കുർബാന കുറുക്കി പോയത്. അപ്പോൾ കുർബാന നടക്കുന്ന കുട്ടികൾ, ഈ കുട്ടിയും ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. മാടവനയിലെ ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ്, നമുക്കറിയാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത് അറിഞ്ഞിട്ടുണ്ട്. ആ കുട്ടി കയ്യിൽ കുർബാന സ്വീകരിച്ചപ്പോൾ അത് ബ്ലഡായിട്ട്, രക്തമായിട്ട്, ഒത്തിരി ഓസി രക്തമായിട്ട് മാറി. പിന്നെ നാവിൽ 3-4 പ്രാവശ്യം സ്വീകരിക്കുമ്പോഴൊക്കെ അപ്പോഴും തന്നെ അത് മാംസമായിട്ട് മാറുന്നു. അപ്പോൾ അത് പഠിക്കുവാനും അത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് നമ്മുടെ വരാപ്പുഴ രൂപത അത് ആ സംഭവത്തെ ഏറ്റെടുത്തു. കാരണം ഇത് റോമിൽ വരെ ഈ പ്രശ്നം ഇത് അറിഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ അത്രമാത്രം നമുക്കറിയാം, അത്രമാത്രം ഈ ഇൻവോൾവ് ആയതുകൊണ്ട് എന്ത് ചലിച്ചാലും ഉടനെ ലോകം മുഴുവൻ അറിയാവുന്ന തരത്തിൽ മറ്റ് പണ്ടൊക്കെ മാധ്യമങ്ങളിലൂടെ വരും. ഒരു സംഭവം ഇന്ന് നടന്നാൽ നമുക്ക് നാളെ പ്രഭാതത്തിൽ വരുന്ന പത്രത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ. ഇന്ന് അങ്ങനെയില്ല, ആ സെക്കൻഡിൽ തന്നെ സംഭവം ലോകം മുഴുവനും വ്യാപരിക്കും. അപ്പോൾ ഈ കൊച്ചിന്റെ ഇന്നലെ ഞങ്ങളുടെ നിജിനച്ചൻ അവിടെ കുർബാനയ്ക്ക് പോയി. ആ കുർബാന കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ കുർബാന കൊടുത്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ബ്ലഡ് വരാൻ തുടങ്ങി, പൊടിഞ്ഞു. പെട്ടെന്ന് കുർബാന കഴിഞ്ഞതിന് ശേഷം അത് ആ കുർബാന നേരെ വരാപ്പുഴ അത് മദ്രാസ് ഈ ലൂത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടെത്തിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിരിക്കണം. ഈശോ സത്യമായും വിശുദ്ധ കുർബാനയിലുണ്ടെന്ന് വിശ്വസിച്ച് അതിനെ ഒന്ന് സ്നേഹത്തോടെ ഗൗരവമായിട്ട് എടുക്കാൻ കഴിയണം. അവസാന നാളില് നമുക്ക് അഭയമായിട്ടുള്ളത് ഈ ദിവ്യകാരുണ്യവും പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള സഹവാസവുമാണ്.
അപ്പോൾ അമ്മയെ കൂട്ടുപിടിക്കുക, കയ്യിൽ ജപമാല ഉണ്ടായിരിക്കുക, ഒപ്പം ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു ബന്ധം, യേശുവുമായുള്ള ഒരു ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റി പോകും. ഇന്ന് നമ്മുടെ വിശ്വാസം ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഓടണം എന്നുള്ള ചിന്ത വരുന്നത്. ഓടി അവിടെ എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് കാണണം, അവിടുത്തെ പള്ളിയിൽ പോകണം. നമ്മുടെ പള്ളിയിൽ എന്താണ് നടക്കുന്ന അതേ കുർബാന തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമീപസ്ഥമായ നമ്മുടെ അടുത്തുള്ള, നമ്മുടെ തൊട്ടടുത്ത ദൈവം നമ്മളെ എവിടെ നട്ടിരിക്കുന്നുവോ അവിടെ വിശ്വാസത്തിൽ പുഷ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ഇതൊക്കെ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമുക്കറിയാം, സത്യമായും ഈശോ വിശുദ്ധ കുർബാനയിലുണ്ട്. എവിടെ പരിശുദ്ധ മറിയമുണ്ടോ അവിടെ ഈശോയുമുണ്ട്. നമുക്ക് ഈ രണ്ട് അനുഗ്രഹങ്ങളോട് ഐക്യപ്പെട്ട് നമ്മുടെ വിശ്വാസ ജീവിതം, സ്നേഹത്തിന്റെ ജീവിതം വാക്കില്, പ്രവൃത്തിയില്, പ്രാർത്ഥനയില് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ച് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ വിശ്വാസം കാത്തുപാലിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു ഏകസത്യ ദൈവമാണ്, അവൻ മാത്രമാണ് ഏകസത്യ ദൈവമെന്ന് വിശ്വസിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട ബിനോലിൻ അച്ഛൻ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വലിയ ഒരു അനുഗ്രഹവും വലിയൊരു മുതൽക്കൂട്ടുമാണ്. നമ്മുടെ തൊട്ടടുത്ത പൊന്നുരുന്നി കപ്പച്ചൻ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതിനുശേഷം അച്ഛൻ വയനാട് പാതിരപ്പിയോ ധ്യാന കേന്ദ്രത്തിലേക്ക് ട്രാൻസ്ഫർ വന്നു. വീണ്ടും തിരിച്ച് ഞാൻ പറഞ്ഞ അച്ഛൻ, ഞങ്ങൾ പ്രാർത്ഥിക്കും, അച്ഛൻ എറണാകുളത്തേക്ക് തന്നെ വരും എന്ന് പറഞ്ഞു. വീണ്ടും അച്ഛൻ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ വന്നു. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ സമ്മാനവുമാണെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ചും അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയെക്കുറിച്ച് അനുഗ്രഹത്തിൻ്റെ 35 വർഷങ്ങൾ, മിശിഹായുടെ 2 അന്തിമദാനം, അമ്മയും ആത്മാവും, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടി പോലും ഉണ്ടാകത്തില്ലായിരുന്നു. അത്രയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളിലൂടെ എല്ലാം കഴിഞ്ഞ നാളുകളിൽ പലതവണ കൂട്ടായ്മ കടന്നു വന്നെങ്കിലും ഇപ്പോഴും ഇത് നങ്കൂരം ഇട്ട് കുറച്ച് നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഈ അമ്മയെ നമുക്ക് അഭയസങ്കേതമായി ലഭിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അച്ഛൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കാനും ദൈവകരണ ഭക്തിയിൽ വളരാനും വചനത്തിൽ നിലനിൽക്കാനുമുള്ള സന്ദേശം തന്നതിന്, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുടെ ഈ 35ാം വാർഷിക ദിനത്തിൽ അച്ഛൻ്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹദായകമാണ്. അതിനെ ഓർത്ത് നന്ദി പറയുന്നു. അച്ഛനോട് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവമായുസ്സും ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്ത് അച്ഛനെ കൂടുതൽ കൃപകളും നിലനിൽപ്പും എല്ലാം ലഭിക്കട്ടെ. പൊന്നുരുത്തി കപ്പച്ചിൻ ആശ്രമത്തിലെ തിയോഭിനച്ഛൻ്റെ മധ്യസഹായം തേടി വരുന്ന അനേകർക്ക് വേണ്ടി അച്ഛൻ കരമുയർത്തുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും കൂടുതൽ ദൈവകൃപകൾ വർഷിക്കപ്പെടട്ടെ. അതുപോലെ അച്ഛൻ്റെ മാതാപിതാക്കള് തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശിയാണ് അച്ഛൻ. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ആൾക്കാരുണ്ട്, ഇപ്പൊ പ്രാർത്ഥിക്കും. ഒന്ന് കൈവക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയെല്ലാം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച്, കേക്കാണ് വായിലും കയ്യിലും എങ്കിലും പറഞ്ഞാൽ കേൾക്കാല്ല. അപ്പൊ ആ കൈ ഒന്ന് പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. അച്ഛനെ അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. കർത്താവേ, ആവശ്യമായ വിശ്രമവും സൗഖ്യവും ശക്തിയും ബലവും എല്ലാം കൊടുക്കണമേ. അച്ഛനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്നേഹവിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവർക്ക് വരാനായിട്ട് പറ്റിയില്ലെങ്കിലും ദൈവം വിളിച്ചവർക്കെല്ലാം വരാനായിട്ട് പറ്റി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 116:12 ഒരിക്കൽ കൂടെ പറയുകയാണ്, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു വചന സന്ദേശം ഹബക്കൂക്ക് 1:5. ഞാനപ്പോൾ ഇന്നലെ തന്നെ ബിൽബിച്ചേട്ടനോട് വിളിച്ചു പറഞ്ഞു നമുക്ക് ഈ പാട്ടൊന്ന് പാടണമെന്ന്. തുടക്കത്തിൽ ബിൽബിച്ചേട്ടൻ പാടി ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകും, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇത് ഇവിടെ അന്വർത്ഥമാകുകയാണ്. ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം തന്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ വചനത്തിന്റെ ഗാനരൂപം ഇതാ, ആരും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ആ പ്രവൃത്തി. ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീടുകളിൽ ചെല്ലുമ്പോൾ വന്നതുപോലെ ആയിരിക്കുകയില്ല. കുഷ്ഠരോഗികൾ പോകും വഴിയാണ് സൗഖ്യം പ്രാപിച്ചത്. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷം മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ടും നടക്കാത്തത് യേശുവിനെ തൊട്ടപ്പോഴാണ് അവൾക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ. അവൾക്ക് സൗഖ്യം കിട്ടിയത്. ഹല്ലേലൂയ. വഴിയരികിലിരുന്ന അന്ധനെയാണ് എല്ലാവരും അടങ്ങിയിരിക്കണ പൊട്ടക്കണ്ണാന്നും പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഈ വഴിയും സത്യവുമായി ഈശോ വഴിയിലേക്ക് അവനെ വിളിച്ചു. അവനെ അടങ്ങിയിരിക്കാൻ പറഞ്ഞവരെ കൊണ്ട് തന്നെ ഈശോ തന്റെ അടുക്കലേക്ക് അവനെ വിളിച്ച് അന്ധന് സൗഖ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാനാണ്. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ച് കേക്ക് തന്ന ബെനിച്ചേട്ടന്റെ കുടുംബത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. മകന്റെ കല്യാണം നടന്നതിന്റെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ഒരുപാട് കല്യാണം നടക്കട്ടെ, ഓരോ ആഴ്ചയിലും നടക്കട്ടെ എന്ന് പറയാണ്. അതുപോലെ ഈ മാസത്തിലെ അവസാനത്തെ ആഴ്ച 24-ാം തീയതി ശനിയാഴ്ച